നബിദിനാഘോഷത്തെക്കുറിച്ച് ആ സീസൺ വന്നപ്പോൾ ഇവിടെ ഒരു പരിപാടി വെക്കാൻ ചെറുവാടിയിലെ കൊടിയത്തൂരിലെ ഒക്കെ സുഹൃത്തുക്കളെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്താ? അത് സുന്നത്താണ് എന്ന് സമസ്തയിലെ ഒരു പണ്ഡിതനും പറയില്ല. പറയണ ഒരു പണ്ഡിതനെ കൊണ്ടുവരും. നിങ്ങൾ പോയി അന്വേഷിക്കും, നബിദിനം സുന്നത്താണ് നമുക്ക് അഭിപ്രായം ഉണ്ടോ? ഒരു വീഡിയോ ക്യാമറ പിടിച്ചിട്ട് ചോദിക്കണം. ഒരു വീഡിയോ ക്യാമറ പിടിച്ചിട്ട് ചോദിക്കും, സുന്നത്താണെന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. അത് ബിദ്അത്ത് ഹസനത്താണ്, ബിദ്അത്ത് ഹസനത്താണ്, ബിദ്അത്ത് പിന്നെ സയ്യിഅത്താണ്. ഇങ്ങനത്തെ കുറച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാന്നല്ലാതെ, അല്ലേ, അത് അങ്ങനത്തെ ഒരു സുന്നത്താണെന്നോ ഫർളാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാ പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്താ? പണ്ഡിതന്മാർ പറഞ്ഞത് അതിന് അസ്ലില്ലാന്നാണ്. അപ്പൊ അതിവിടെ വിളിച്ചു പറയണം. ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെട്ടുകൂടാ എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പരിപാടിയായിട്ട് വന്നത്. പൊതുവെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ആശയ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽക്കു തന്നെ പലതരം പ്രതിരോധങ്ങൾ അത് നേരിട്ടിട്ടുണ്ട്. മുത്തന്നൂര് തൊട്ടടുത്ത പ്രദേശമാണല്ലോ. മുത്തന്നൂരിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് മറമാടാൻ സമ്മതിക്കാതെ അവസാനം നിയമത്തിന്റെയും പോലീസിന്റെയും പരിരക്ഷയിൽ മറമാടി. പിന്നീട് നടന്ന ചർച്ചകളുടെ ഫയലുകൾ മഞ്ചേരിയിലെ കോടതി മുറിയിൽ ഫയലുകളിൽ ഇപ്പോഴും വിശ്രമിക്കുന്നുണ്ട്. അന്ന് ആ മനുഷ്യനെ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം മറമാടി. മുജാഹിദുകൾ ഒളിഞ്ഞിരുന്നിട്ടില്ല, അവരവരുടെ ദൗത്യവുമായിട്ട് ഇറങ്ങാണ് ചെയ്തത്. ഊരുവിലക്കുകൾ നേരിട്ടിട്ടുണ്ട്. അതിനൊന്നും ഇപ്പൊ സ്കോപ്പില്ല. പറ്റുന്നിടത്തൊക്കെ ഞങ്ങളെ ഉസ്താദ് വന്ന് യാസീൻ ഓതാതെ മയ്യത്ത് എടുക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള ഭയങ്കര തിണ്ണമിടുക്ക് ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ കാണിക്കാറുണ്ട്, അല്ലെ? പള്ളികൾ വിലക്കാറുണ്ട്, നിയമയുദ്ധങ്ങൾ കൊണ്ട് നേരിടാറുണ്ട്, അങ്ങനെ പലതും നടക്കാറുണ്ട്. ഇത്തരം ആശയ വിശദീകരണങ്ങൾ ഇങ്ങനെ ബഹളമൊന്നുമില്ലാതെ ശാന്തമായി ആളുകൾ കേട്ടാൽ എന്താ സംഭവിക്കുക? കേട്ടാൽ ആളുകൾ തെളിവുകൾ മാറ്റുരക്കും. ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഞാനിവിടെ എന്ത് പറയുന്ന സാധനവും നിങ്ങൾക്ക് സ്പോട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. ഞാനൊരു ഇബാറത്ത് പറഞ്ഞാൽ ആ ഇബാറത്ത് ഇങ്ങനെ അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ എല്ലാം പരിശോധിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഖണ്ഡനങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഖണ്ഡനങ്ങൾ ഒരാളൊന്ന് പറഞ്ഞു, പിന്നൊരാളൊന്ന് പറഞ്ഞു, പിന്നൊരാളൊന്ന് പറഞ്ഞു. അപ്പോഴാണ് സംവാദത്തിന്റെ വെല്ലുവിളി വരിക. ഇത് ഞാൻ വെറുതെ പറയണല്ല. നിങ്ങൾ നോക്ക്, നാദാപുരത്ത് നടന്ന ഒരു ഖണ്ഡനത്തെക്കുറിച്ച് മുജാഹിദുകളും പിന്നെ സമസ്തയിലെ മറ്റൊരു വിഭാഗവും തമ്മിൽ നടന്ന ഖണ്ഡനത്തെക്കുറിച്ച് മറ്റൊരു സമസ്തയുടെ നേതാവ് തന്നെ പറയണത് നിങ്ങൾക്ക് കേൾക്കാം. നജീബ് മൗലവി പറയണത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. കണ്ടോ? അതാണ് ഖണ്ഡനം നടന്ന പിന്നെ ആ നാട്ടിൽ സുന്നി ഉണ്ടാവില്ല. ഇനി സമസ്തയിൽ തന്നെ ഇവിടെ സംവാദത്തിന് വന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അങ്ങനെ ഉണ്ടല്ലോ, സമസ്തയിൽ തന്നെ പ്രിയപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഹമീദ് വൈസി അമ്പലക്കടവ്, ഈ ചെറുവാടിയോട് ചേർന്ന് നിൽക്കുന്ന വാഴക്കാട്, മുമ്പ് മുജാഹിദ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഒരു ഖണ്ഡനത്തെക്കുറിച്ച് ഹമീദ് വൈസി പറയണങ്ങൾ കേട്ടോ. ഹമീദ് വൈസിയുടെ ആ സംസാരത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചു നോക്ക്. ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് മുജാഹിദ് പിന്നെ പിളർന്നു അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെ. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആൾക്കാർ, കണക്കെടുത്ത് അറിയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാടുള്ള പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദ് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തകർന്നൊക്കെ. മുജാഹിദ് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബികൾ ഉണ്ടാക്കിയത്? എപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. അപ്പൊ കണ്ടോ? അപ്പൊ ഖണ്ഡനങ്ങൾ ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നടന്നാല് അത് ക്ഷീണുണ്ടാക്കും എന്ന് ഹമീദ് വൈസി തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അവരെന്താ ചെയ്യാന്നറിയോ? അങ്ങനെ വരുമ്പോ പ്രസംഗിക്കണ വേദിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നുകിൽ ആ സ്റ്റേജാണ് പൊളിക്കാൻ നോക്കും. ചെറുവാടിയും ഇതേപോലത്തെ പ്രദേശത്തൊന്നും നടക്കൂലല്ലോ, നടക്കൂല. എന്നാ വേറെ ചില സ്ഥലത്ത് എന്താ ചെയ്യാറിയോ? നേരെ വന്ന് അണികളടക്കം സംവാദത്തിന് വെല്ലുവിളിക്കും. നിങ്ങളൊരു രംഗം ഒന്ന് കണ്ടു നോക്ക്.
ഈ കണ്ട ജനതയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ സുന്നി പണ്ഡിതരുമായി ഈ പെരിന്തൽമണ്ണയിൽ വെച്ച് തുറന്നൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. മറ്റു ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനില്ല. എന്റെ ആവശ്യം ഈ വിഷയത്തിൽ നബിദിനാഘോഷം ഇസ്ലാമികം എന്ന് ഖുർആൻ ആയത്ത് കൊണ്ടും ഹബീബായ നബിയാണ് മുത്തുനബിയുടെ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് എന്ന് തെളിയിക്കാൻ സുന്നി പണ്ഡിതരെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. അത് നിങ്ങളും ആ ചർച്ചയ്ക്ക് തയ്യാറാണോ അല്ലേ എന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ നട്ടലുണ്ടെങ്കിൽ ഫൗസൽ മൗലവിയും കൂട്ടരും ഇവിടെ തെളിയിക്കണം. ആരാണെങ്കിൽ പറയണം, മറ്റാരാണെങ്കിൽ പറയണം. അൽഹംദുലില്ലാ, അതിന് നട്ടലൊന്നും ആവശ്യമില്ല. അതിന് ഒരു നട്ടലും വേണ്ട. ചെറിയ നിന്റെ മോൻ മതി. നിങ്ങൾ കൊണ്ടുവരി, ഇപ്പൊ കൊണ്ടുവരി മോലാമല, ഇപ്പൊ വിളിച്ചോണ്ടി. പട്ടിക്കാട് ഫൈസാബ് ഇപ്പൊ കൊണ്ടുവരി. നിങ്ങൾ സുന്നി പണ്ഡിതന്മാർ മുഴുവണ്ടല്ലോ, 10 മണി സമയമുണ്ട്. ഇപ്പൊ വിളിച്ചോണ്ട് ഇപ്പൊ അർത്ഥം നമുക്ക് ഈ സ്റ്റേജ് ഉപയോഗിക്കാം. ഈ സ്റ്റേജ് ഉപയോഗിക്കാം. ഇപ്പൊ പൊന്നു കൊണ്ടുവരി. എന്താണ് വിചാരിച്ച് ഉമ്മ വെച്ച അങ്ങനെ വാപ്പറ്റൊന്നുമല്ല, എന്റെ വാപ്പറ്റൊന്നും ഉമ്മ വെച്ചാൽ ഇതൊക്കെ. നിങ്ങൾ എന്താ വിചാരിച്ച് പട്ടിക്കാട് ഫൈസാബാദ് ആകെ 5 കിലോമീറ്റർ പോയിട്ട് എല്ലാ ഉസ്താദുമാരും ഇപ്പൊ കൊണ്ടുവരി. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഇൻഷാല്ലാ. വേഗം പോയി കൂട്ടിക്കൊണ്ടുവരി. ഇനി വേറെ ഡേറ്റ് ഒന്നും വേണ്ട. ഇപ്പൊ സ്റ്റേജ് ഉണ്ട്, മൈക്കുണ്ട്, ഫുൾ ചെലവ് ഞങ്ങൾ എടുത്തോളാം. എല്ലാ ചെലവും ഞങ്ങൾ വന്നാൽ മാത്രം മതി. നട്ടലുണ്ടെങ്കിൽ പോയി കൊണ്ടുവരും. അതാ വേണ്ടി. നട്ടലൊന്നും നടന്നാ പോരാ. ഞാൻ വിചാരിച്ചു കാര്യപ്പെട്ട ചോദ്യം ഉണ്ട്. ഇതാ അപ്പൊ നട്ടലിന്റെ ആവശ്യം. വേഗം പോയി കൊണ്ടുവരാ. വേഗം പോയി കൊണ്ടുവരാം. പട്ടിക്കാട് പോയി അടക്കിക്കൊണ്ടിരി. നമ്മൾ ഇപ്പൊ അടച്ചാണ്. ഇതിനേക്കാളും പരസ്യമായ എഴുത്തൊന്നും വേണ്ട. വേഗം കൊണ്ടുവരി. ഒരു എഴുത്തും വേണ്ട. ഇപ്പൊ എഴുത്താ. എവിടെയാണ് നട്ടല്? ഇപ്പൊ നട്ടലില്ലേ? എന്നാ ഈ വക ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ പോയിട്ട് കൂട്ടിക്കൊണ്ടി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കൽ അടക്കമുള്ള ആളുകൾ കൊണ്ടുവരി. ഇവിടെ ഒരു നട്ടലും ആവശ്യമില്ല ഈ വിഷയം തെളിയിക്കാൻ. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന എന്തിനറിയോ, നമ്മൾ 1-2 എഴുത്തുകുത്തുകളൊക്കെ നടത്തിയതിനെ പറ്റി അവരിങ്ങനെ ഒഴിഞ്ഞു പോകാൻ നോക്കി, നമ്മൾ വിട്ടില്ല എന്നൊക്കെ ഇവിടെ സംസാരിച്ച ചില ബഹുമാനര് പറയണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുവാടിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറച്ച് റൗണ്ട് ഇങ്ങനെ നടന്ന് വിഷയങ്ങൾ ഓരോന്നായി കിതാബുകൾ വെച്ച് വിശദീകരിച്ച് ഇതിൻ്റെ ഒരു പരിസരമൊക്കെ തെളിയുമ്പോൾ ഇത്തരം ഒരു സംവാദത്തിലേക്ക് പോകാം. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ മാറ്റുരക്കാൻ എളുപ്പമാണല്ലോ എന്ന് ആലോചിച്ച്. ഇത് സ്ഥിരം ശൈലിയാണ്. 2-3 റൗണ്ട് കഴിയുമ്പോഴേക്ക് വേഗം വന്ന് വെല്ലുവിളിക്കും, ചിലപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. അപ്പോൾ നാട്ടിൽ അങ്ങാടിയിലുള്ള ആൾക്കാർ പറയും ഇത് ശരിയാവില്ല. CPM, കോൺഗ്രസ്, ലീഗ് വെട്ടും കുത്തും ഉണ്ടായാലും ഒരു പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വിഷയാവതരണങ്ങളും ചർച്ചകളും നടക്കുമ്പോഴേക്ക് അവർക്ക് അസ്വസ്ഥതയാകും, അല്ലേ? അസ്വസ്ഥതയാകും. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തിരിയല്ല. ഞങ്ങളിത് എത്രയോ കണ്ടതാ. ഫൈസാബാദിൽ വെച്ച് തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ നേരിട്ട് ഞങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ, അത്തരമൊരു സാഹചര്യം ഇവരിതിന് കിട്ടൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ ഞങ്ങളെ ഷൂറന്റെ അടിസ്ഥാനത്തിൽ സംവാദങ്ങൾക്ക് പൊതുവെ ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിക്കാറില്ല. ഇങ്ങോട്ട് വെല്ലുവിളിച്ചാൽ വിടാറുമില്ല. അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ സമസ്തന്റെ ഉള്ളിൽ ചില ഫ്രാക്ഷനുകളൊക്കെ ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഔദ്യോഗികമാകണമെന്ന നിർബന്ധം ഞങ്ങൾ വളരെ വ്യക്തമായ ബോധ്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞയിടത്തേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ലെറ്റർ പേഡ് എടുപ്പിച്ചിട്ടുണ്ട്, എഴുതിപ്പിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമാക്കിയിട്ടുമുണ്ട്, ആക്കിച്ചിട്ടുമുണ്ട്. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വർഷങ്ങൾക്ക് മുമ്പ് ആ പോയ കുട്ടി പിന്നെ വന്നിട്ടില്ല കേട്ടോ, ഞാൻ ഇടക്ക് പറയാം. ഇതൊക്കെ ഉസ്താദുമാര് അങ്ങാടിയിൽ പറയുന്ന അതേ വാദം വേദിയിലും പറയുന്നു വിചാരിച്ചിട്ടാണ് ആ സാധു വെല്ലുവിളിക്കണം. അയാൾ പറഞ്ഞ എന്താ, മുത്ത് റസൂലുള്ളയാണ് നബിദിനം ഉദ്ഘാടനം ചെയ്തത് എന്ന് തെളിയിച്ചു തരാന്ന. ഈ സംവാദത്തിലുടനീളം ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം ചില സ്ഥലത്ത് ഒരു 3 എണ്ണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കഴിഞ്ഞ ഉടനെ കേട്ടോ. അതിനു മുമ്പ് ഹമീദ് ഫൈസിയെ സംവാദത്തിന് വെല്ലുവിളിച്ച ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വെല്ലുവിളി എന്താ? മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു, പാപ്പരായി, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂല. ഹമീദ് ഫൈസി ഇത് മറക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട്. ഈ കാലം വരെ സംവാദം തന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ടില്ല. എവിടെ മൂപ്പര് വന്നിട്ടില്ല. മൂപ്പര് തയ്യാറാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. 3 അക്ഷരം ഉണ്ടാവില്ല എന്നുള്ളൂ. KNM എന്നുള്ള 3 അക്ഷരം ഉണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് ധൈര്യമായി വെല്ലുവിളിക്കുക. ആളില്ലാത്ത പോസ്റ്റേക്ക് അത്രയും ഗോൾ അടിക്കാനോ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശരംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏത് വിഷയമായിക്കോട്ടെ, തീവ്രവാദോ ഭീകരവാദോ ISO ഖബർ ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ. ഹമീദ് ഫൈസി തയ്യാറാണോ? ഞങ്ങൾ റെഡിയാ. കേട്ടോളി മൂപ്പരെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ പട്ടിക്കാട് തന്നെ വന്ന് പരിപാടി വെച്ചത് അത് ഏറ്റെടുക്കാനാണ്.
പറയട്ടെ ഹമീദ് ഫൈസി. ഞാൻ പറയുന്നു, ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പറയുകയാണ്. കഴിയുമെങ്കിൽ പറയട്ടെ. കഴിയും ഇതാ പറയുന്നു, കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തന്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഹമീദ് ഫൈസി വരട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അയാൾ വരൂല. നിങ്ങൾ വലിച്ചോടുന്നാലും വരൂല. ഹമീദ് ഫൈസി വരൂല. കണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇതിനൊന്നും ഹമീദ് ഫൈസി വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇനി മുഖാമുഖം നടക്കണോടത്തൊക്കെ വരും ചില ആളുകൾ. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഉണ്ടായൊരു അനുഭവം ഉണ്ട്. എന്താ, സംവാദത്തിന് വന്ന് വെല്ലുവിളിച്ചു. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഇങ്ങനെ വിജയിച്ചു വന്ന ആളുകൾ അത് പഠിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി വിളിച്ചാൽ പിന്നെയുള്ള ഗുണം എന്താ? അതുണ്ടോ നോക്കാം. പിന്നെ അയിമക്കാവൂല ജനങ്ങളെ ചിന്ത. അതാ ഉദ്ദേശിക്കണേ. അപ്പോ വന്ന് വെല്ലുവിളിച്ചപ്പോ ഏറ്റെടുത്തത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഈ ഇവിടെയുള്ള വെട്ടത്തൂരിലുള്ള സുന്നികളോട് അത് നിങ്ങൾക്ക് എവിടെ നിന്നും കൊണ്ടുവരാം. നിങ്ങളെ കമ്മിറ്റിയിൽ ഏത് പ്രദേശത്തുള്ള ആരാണെങ്കിലും ശരി, ഈ പ്രദേശത്തുള്ള ആളുകളോ എവിടുത്തെ ആളുകളാണെങ്കിലും ഫേസ് ടു ഫേസ് ഒരു സദസ്സിൽ 2 സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ വെട്ടത്തൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 100% തയ്യാർ. 100% തയ്യാർ. 100% തയ്യാർ. ഒരു സംശയമില്ല. ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട്. നാട്ടിലൊക്കെ കേട്ടോളി. നാട്ടിലൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണത്. ഞങ്ങൾ തയ്യാറായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ഏറ്റെടുക്കണം. ഇനി പിന്നെ പോകാൻ സമ്മതിക്കരുത്. 1-2 ഡിമാൻഡ് ഉണ്ട്. 1-2 സ്റ്റേജ് അല്ല, ഒറ്റ സ്റ്റേജ്. ഏറുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൂ. അത് ഒറ്റ സ്റ്റേജ്. 2 സ്റ്റേജ് ആയ ഏറ് ഒരു ഭാഗത്തേക്ക് മാത്രമാവും. അപ്പൊ ഒറ്റ സ്റ്റേജിൽ വരട്ടെ. രണ്ടാമത് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ പ്രസംഗിച്ച അലവി സഖാഫിനെ കിട്ടണം എന്നാണ്. അയാൾ ഇപ്പൊ അധികം വരാറില്ല. പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാൾ വല്ലപ്പുഴയിൽ വന്നു. അവിടുന്ന് അയാൾ പ്രഖ്യാപിച്ചു, എല്ലാ മൗലിദും ശരിയല്ല, അങ്ങനെ നിങ്ങളാരും വിചാരിക്കണ്ട, വിശ്വസിക്കണ്ട എന്ന് പ്രഖ്യാപിച്ച് മുതൽ പോയി. അതിനുശേഷം ഇന്നേ വരെ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അലവി സഖാഫിയെ കണ്ടിട്ടില്ല. എന്നാ ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ. കേട്ടല്ലോ. അപ്പോ 2-3 കത്ത് ആവർത്തിച്ച് ചോദിച്ചത് ആർക്കൊരു വിഷമം വേണ്ട. അത് സമസ്തന്റെ ഉള്ളിലുള്ള കൃത്യമായ ഫ്രാക്ഷന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഞങ്ങൾ ശൂറ ചെയ്തെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് വേണ്ട ലെറ്റർ പേഡ് കീറിക്കാനും എഴുതിക്കാനും പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി ഈ വിജയാഘോഷങ്ങൾ സാധാരണഗതിയിൽ സഹോദരന്മാരെ അത് ആ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാകേണ്ടതാ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടായാല് കഴിഞ്ഞ ഉടനെ ഉണ്ടാകും, അപ്പം തന്നെ ഉണ്ടാകും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വളരെ മാന്യനായ മധ്യസ്ഥൻ വല്ലാത്തൊരു ലോക്കാട്ട്. ആ ലോക്ക് ശരിക്കും ഉച്ചവരെ അനങ്ങാൻ പറ്റാത്ത ലോക്കിട്ടു. ഒരു തക്ബീറും ഇല്ല, അല്ലേ? ഒരു തക്ബീറും ഇല്ല. ഇങ്ങനെ പള്ളിക്കാട്ടിക്ക് നോക്കിയ ഫീലിംഗ് എന്നാ ആരോ പറഞ്ഞത്. ഞാൻ ആ വാചകം ഉപയോഗിക്കണില്ല. എന്താ മുണ്ടാതിരിക്കായിരുന്നു. ഇപ്പുറത്തെ ചോദ്യങ്ങൾ വെറുതെ കണ്ടോക്ക്. ഞാൻ അവകാശവാദം ഉന്നയിക്കണമല്ലോ. പക്ഷെ ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ സ്വഭാവമൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഒരു സ്വീകരണവും ഒരു ജാഥയ്ക്ക് സാധാരണ എല്ലാ സംവാദവും കഴിഞ്ഞാൽ ഉണ്ടാകലുണ്ട്. അത് ഉണ്ടാകലില്ല. ആ ഉണ്ടാകാതിരിക്കാൻ സംഭവിച്ച ലോക്ക് നിങ്ങളൊന്ന് കേട്ടോ. മധ്യസ്ഥന്റെ ഒരു വാചകം ഉണ്ടാവുമെന്ന് കേട്ടു നോക്ക്. ഇവിടെ വെച്ച് നടക്കുന്ന ചർച്ച ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസമാപ്തി കുറിച്ച് ശേഷം വളരെ മാന്യമായ രൂപത്തിൽ തന്നെ എല്ലാവരും അച്ചടക്കത്തോടു കൂടി തന്നെ ഇറങ്ങിപ്പോകണം. അവിടെ ഒരു വിജയാഘോഷമോ ഒരു വിജയാരോഹങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇറങ്ങിപ്പോകുന്നതും ഈ വന്ന പോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഇത് കാണുന്ന ആളുകൾക്ക് തോന്നണം ഇവർ വൈജ്ഞാനികമായ ഒരു ചർച്ച നടത്തി വളരെ മാന്യമായി പിരിഞ്ഞു പോകുന്ന ഒരു നല്ല സമുദായമാണ്, സമൂഹമാണ് എന്ന ബോധ്യം അവരിലുള്ളത് നിലനിർത്തേണ്ട അനിവാര്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കണ്ടല്ലോ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സമസ്തന്റെ ഉള്ളിൽ ഒരു വിഭാഗത്തിന് വീര്യം പോരാ, വീര്യമുള്ള ഞങ്ങൾ വളരെ ശക്തമായി തോൽപ്പിച്ചിട്ടുണ്ട് എന്ന പ്രചാരണം ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് സമസ്തന്റെ ഉള്ളിലേക്കുള്ളതാണ് വിജയാരോഹങ്ങളും ആഘോഷങ്ങളൊക്കെ. പക്ഷേ അത് ഇവിടുന്ന് നടത്താൻ പറ്റാതിരുന്ന എന്തുകൊണ്ടറിയോ? ഇങ്ങനെ മധ്യസ്ഥനൊരു വാചകം പറഞ്ഞുകൊണ്ടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയാഘോഷ പ്രകടനങ്ങൾ പണ്ടേ കണ്ട് ശീലിച്ചതാണ്. ഞങ്ങൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൂനൂരിൽ പണ്ട് സംവാദം ഉണ്ടായപ്പോൾ
അലവി മൗലവി ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുറാനിൽ തെളിവുണ്ടോ? മറുപക്ഷത്തുണ്ടായിരുന്ന പണ്ഡിതൻ പറഞ്ഞത്, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് മൗലവി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂല എന്നാ. ആയത്ത് ഓതിയിട്ടില്ല. അപ്പോൾ മൗലവി വീണ്ടും ചോദിച്ചു, നിങ്ങളാണോ ഞങ്ങളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടത് എന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് ആ ചാൻസ് ഞങ്ങൾ ഉപയോഗിച്ച് ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ? മറുവശത്തുണ്ടായിരുന്ന സുന്നി പണ്ഡിതൻ, സമസ്തയുടെ ഭാഗത്തു നിന്ന് വന്ന വ്യക്തി പറഞ്ഞു, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമെന്ന് എവിടെ നിന്ന് കിട്ടി? നേരം വെളുത്തു, പിരിഞ്ഞുപോയി, വിജയാഘോഷിച്ചു, ശരിക്കാഘോഷിച്ചു അല്ലേ? ഒരു ഉത്തരം വന്നിട്ടില്ലെങ്കിലും ആഘോഷിച്ചു. പൂനൂർ പള്ളി ഉണ്ടായി, അവിടെ പ്രസ്ഥാനം ഉണ്ടായി, അത് പിന്നെ ബോംബേറിലൂടെ അത് തകർക്കാൻ നോക്കി. എന്തൊക്കെ നടന്നു? അതിമയൊന്നും നിന്നിട്ടില്ല, അതിമയൊന്നും ഈ പ്രസ്ഥാനം നിന്നിട്ടില്ല, അത് അതിശക്തമായി പോയിട്ടുണ്ട്. കുറ്റിച്ചിറ സംവാദം ഉണ്ടായി. ആരാ ജയിച്ചത്? ഇപ്പോഴും പറയണേ നമ്മളാ ജയിച്ചത്. കുറ്റിച്ചിറ സംവാദത്തിന്റെ അനന്തരഫലമാണ് പട്ടാളപ്പള്ളി അതിൽ നേരത്തെ സുന്നി ആചാരപ്രകാര കാര്യമൊക്കെ നടന്നത് അല്ലേ? അതേപോലെ തന്നെ പട്ടാളപ്പള്ളിയും തൊട്ടടുത്തുള്ള മറ്റു പള്ളികളും, മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിലുള്ള പള്ളിയാ. ഈ പള്ളികളൊക്കെ എങ്ങനെ കമ്മിറ്റി അടക്കം ജനങ്ങളടക്കം ഒന്നിച്ചണ് മാറി. കുറ്റിച്ചിറ സംവാദത്തിന്റെ അനന്തരഫല. പക്ഷെ വിജയിച്ചതാരാ? വിജയിച്ച നമ്മൾ തന്നെ. വിജയാഹ്ലാദം എന്നുണ്ടായിട്ടുണ്ട്, തീർന്നില്ല. കൊട്ടപ്പുറം വാദപ്രതിവാദം വന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോന്ന് AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല ചോദിച്ചു. ഉണ്ട് മൗലവി, ഉണ്ട് എന്നായിരുന്നു ഉത്തരം. മാറിയപ്പോഴേക്ക് പരിണാമങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സംവാദത്തിൽ ഉടനീളം പരിണാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. അസ്ലിലാണ് മാറ്റം. അസ്ലില് പ്രാർത്ഥിക്കാന്നും പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നും രണ്ടഭിപ്രായം അങ്ങക്ക് അല്ലേ? പിന്നെ നിങ്ങള് അത് ഉരുട്ടലാണ് പലപ്പോഴും. നോക്ക് നിങ്ങൾ, എന്നിട്ട് അവസാന ആയത്തോതി, വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിനാ, മുൻപ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണ്ടേ? ബാക്കിയുണ്ട് ഓതി മുസ്ലിയാരെ എന്ന് പറഞ്ഞു മുജാഹിദ് ഭാഗത്തുള്ള ആളുകൾ. എന്താ? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ, ആരാധിക്കപ്പെടാൻ അല്ലാതെ വേറെ ഇലാഹിനാക്കിയിട്ടുണ്ടോ? ആ സംവാദത്തിലും വിജയിച്ചതാരാ? ആ സംവാദത്തിലും വിജയിച്ചത് ഞങ്ങളാണെന്നാ പറയാ. പക്ഷേ എത്രയോ മനുഷ്യർക്ക് വെളിച്ചം പകർന്ന് കൊട്ടപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം വേരൂന്നിയത് ഈ സംവാദം കൊണ്ടായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ചരിത്രത്തിൽ കടന്നുപോയ പലതും നമ്മൾ അനുസ്മരിക്കണം അല്ലേ? എടവണ്ണ ഒരു മഹല്ല് തന്നെ അട്ടിമറിഞ്ഞു. എടവണ്ണ അവിടെ അവരുണ്ടായിരുന്ന ഖബർ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വൈകാരികത പറയാറുണ്ട്. കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ സുന്നി നിലപാടനുസരിച്ച്, സമസ്തന്റെ ആശയത്തിലുള്ള നിലപാടനുസരിച്ച്, അടുത്ത വെള്ളിയാഴ്ച മുതൽ വേറെ നിലപാടനുസരിച്ച്. അങ്ങനെയാണ് സംഭവിച്ചത്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയപ്പോൾ മണ്ണാർക്കാട് സംവാദം, ഇതുവരെ ഇത്രയും സംവാദങ്ങളൊന്നും നമുക്ക് നേരിട്ട് അനുഭവങ്ങളില്ല. നമ്മൾ ഉസ്താദുമാർ പറഞ്ഞതും ചരിത്ര രേഖകൾ വായിച്ചതൊക്കെ ഉള്ളൂ. എന്നാൽ നിങ്ങൾ കേട്ടോ, മണ്ണാർക്കാട് സംവാദത്തിൽ ഞങ്ങളൊക്കെ പഠിക്കണ കാലാണ്. അവിടെ നേരിട്ടുണ്ടായിരുന്നു സംവാദം. ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും. സക്കരിയ സ്വലാഹി റഹ്മഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം നടത്തിയ സംവാദം, മണ്ണാർക്കാട് സംവാദം നടിച്ച് ഞങ്ങൾക്ക് കിട്ടും. കണ്ടിട്ട് വിജയാഘോഷം ആർക്കാണ് നിങ്ങൾ തീരുമാനിച്ചോളി ഓരോന്നും. ഞങ്ങളിവിടെ ഫേക്കായിട്ട് പറയണില്ല. അപ്പുറത്ത് വണ്ടി ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ടീമായിട്ട് വരിക, എന്നിട്ട് ഇവിടെ ഇരുത്തുക. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകും. ഇതൊക്കെ ഓൾഡ് മോഡലാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല ആദരിക്കല്. ഇതിനൊക്കെ പോസ്റ്റ് മോഡേൺ രീതികളുണ്ട്. അതൊക്കെ എടുക്കിങ്ങള് കേട്ടോ, അതൊക്കെ എടുക്കും. ഏതായാലും എന്താ അന്ന് സംഭവിച്ചത്? തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ഭയങ്കര മുദ്രാവാക്യം. അപ്പൊ കടത്തണ്ണിയിൽ നിൽക്കണ ആരോ ചോദിച്ചു, അല്ല കുട്ടികളെ നിങ്ങൾ തോറ്റു എന്ന് ഇപ്പം ആരെ പറഞ്ഞു? പിന്നെന്താ സംഭവിച്ചറിയോ? മണലടി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ ഒന്നിച്ചു മാറി. നിങ്ങൾ പോയി അന്വേഷിക്കും. അവിടെ പുതിയ മുജാഹിദ് പള്ളി വന്നു. എന്താ കാര്യം എന്നറിയോ? കുറച്ചും കൂടിയും നാട്ടുകാരാ സംവാദത്തിൽ നേരിട്ട് സാക്ഷിയായിരുന്നു. പിന്നെ പലപ്പോഴും സംവാദത്തിൽ എന്താ ചെയ്യാറിയോ? പൊതുവെ നാട്ടുകാരെങ്ങനെ കാണൂല. പള്ളി ദർസിൽ പഠിക്കണ മുസ്ലിയാരുട്ടികളെയാണ് പൊതുവെ കൊണ്ടുവരിക. മുജാഹിദ് ഭാഗത്ത് പരമാവധി ആ പ്രദേശത്തുള്ള ആളുകൾ, പിന്നെ പൊതുവെ സാധാരണക്കാരായിരിക്കും 95%. പൊതുവെ 95% ആളുകളും സാധാരണക്കാരായിരിക്കും. അപ്പുറത്തോ ട്രെയിൻഡ് ആളുകളായിരിക്കും. അത് കഴിഞ്ഞ് ഒസ്സങ്കടിയിൽ സംവാദം ഉണ്ടായി. ഒസ്സങ്കടി സംവാദത്തിലും ഭയങ്കര സ്വീകരണവും അന്ന് തന്നെ ഭയങ്കര റാലിയൊക്കെ നടന്നു. പക്ഷേ മുജാഹിദുകൾക്ക് പള്ളിയില്ലാത്ത ഒസ്സങ്കടിയിൽ തൊട്ടടുത്ത മാസങ്ങളിൽ പള്ളിക്ക് തറയിട്ടു. അവിടെ സ്ഥാപനം വന്നു, ആസ്ഥാനം വന്നു, സൗകര്യം വന്നു.
അത് കഴിഞ്ഞ് എടമുട്ടത്ത് വഴിയിൽ വെച്ച് കലാശിച്ച, വഴിയിൽ കലക്കിയ സംവാദമായിരുന്നു. വലിയ ആന്തോളനങ്ങൾ ഉണ്ടാക്കി, ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അല്ലെ. ചെറുതുരുത്തിയിൽ ഇതേ വിഷയത്തിൽ സംവാദം നടന്നു. ചെറുതുരുത്തിയിൽ ഇതേ വിഷയത്തിൽ സംവാദം നടന്നു. യൂട്യൂബിൽ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അവിടെ ഫൈസൽ മൗലവി ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ഒരു കിതാബ് ഒന്ന് കാണിച്ചു തരുമോ എന്നായിരുന്നു. ഒരു കിതാബിൽ നിശ്ചിത നൂറ്റാണ്ടുകൾക്കിടയിൽ പണ്ഡിതന്മാർ എഴുതിയ ഒരു രേഖ കാണിച്ചു തരുമെന്നായിരുന്നു. നിങ്ങൾ ആ ചോദ്യം ഒന്ന് കേട്ടു നോക്ക്. ഇത് രണ്ടാമത്തെ ചോദ്യം, അഥവാ ഒരു ചോദ്യം ഉപചോദ്യം അവിടെ ബാക്കി വെക്കുന്നു. അതിന്റെ കൂടെ രണ്ടാമത്തെ ചോദ്യം, ഹിജറയുടെ ഉത്തമമായ 3 തലമുറകൾ, മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യ സലഫു സ്വാലിഹികളായ 3 തലമുറകൾ, ആ 3 തലമുറകളിൽ തന്നെ നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തമമായ തലമുറകളിൽ 3 നൂറ്റാണ്ടിൽ വേണ്ട 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും, ഹിജറ 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും നിങ്ങൾ കാണിക്കാൻ സാധിക്കുമോ? ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ, ആവർത്തിച്ചു പറയാണ്, ഏതെങ്കിലും ഒരു കിതാബിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും കാണിക്കാൻ കഴിയുമോ? ഓക്കെ, 400 കൊല്ലം പ്രവാചകൻ തൊട്ട് 4 കൊല്ലല്ല 40 കൊല്ല അല്ല 400 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വരി കാണിച്ചു തരാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. ഞാൻ അതിവിടെ കൊണ്ടുവരാൻ കൃത്യമായ കാരണമുണ്ട്. ആ സംവാദത്തിൽ ഞങ്ങൾ ഊന്നിയത് ഈ ചോദ്യത്തിലായിരുന്നു. അതേപോലെ ഇവിടെ ചില ചോദ്യങ്ങളിൽ ഞങ്ങൾ ഊന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരേണ്ടത്. ആ സംവാദത്തിലുടനീളം ചോദിച്ചു. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. എന്താ മുസ്ലിയാരെ മറുപടി? ചില സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. രണ്ടാമത് പറയട്ടെ, ഉത്തമ നൂറ്റാണ്ടിൽ ആരും ഇത് പറഞ്ഞിട്ടില്ലേ? പുടിച്ചോ നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ടിലെ ഇബ്നു ഹിഷാമിന്റെ സീറത്ത് ഇബ്നു ഹിഷാമിൽ അള്ളാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മദീന മുനവ്വറയെ ഹറമാക്കാൻ വേണ്ടി എത്തിയ സമയത്ത് താലഅൽ ബദ്ർ ചൊല്ലിയത് ഉത്തമ നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, മറുപടി വന്നപ്പോ കിതാബാണ് ചോദിച്ചത്, അല്ലാതെ പാട്ടല്ല എന്ന് കൃത്യമായി ഫൈസൽ മൗലവി തിരിച്ചടിക്കണം. നിങ്ങൾ കേട്ടോ, മുസ്ലിയാരെ റസൂൽ മദീനത്ത് വന്നപ്പോ പാട്ട് പാടിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്. അതാ ഇബ്നു ഹിഷാമിന്റെ സീറിലുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്ക്. ഇബ്നു ഹിഷാമിന്റെ സീർ നിങ്ങൾ ധൈര്യം ഉണ്ട്, ഇപ്പൊ വായിക്ക്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോ എന്നെ ചോദ്യം. വെറുതെ കളവറിയാ. അപ്പൊ ഇബ്നു ഹിഷാമിന്റെ സീറിലുള്ളത് വായിക്ക്, അത് വായിക്കുക വേണ്ടത്. നിങ്ങൾ പറഞ്ഞെന്താ, അള്ളാഹു റസൂൽ മദീനത്തേക്ക് ഹിജ്റ ചെയ്ത് വന്നതാ. അപ്പൊ പാട്ട് പാടി, ഞാൻ നേരത്തെ പറഞ്ഞു റസൂൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പാട്ട് പാടും, അതിനല്ല തർക്കമുള്ളത്. ഇവിടെ ചോദിച്ചെന്താ, ആദ്യ 4 നൂറ്റാണ്ടുകളിൽ, കേൾക്കാതൊക്കെ നമ്മൾ സംസാരിക്കണ്ട, ആദ്യ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോന്നാ. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടോ? അത് ഇബ്നു ഹിഷാമിന്റെ സീറയിലില്ല. 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിലുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ മുമ്പ് എപ്പോഴും നിങ്ങൾ വായിക്കി. നമ്മൾ വെല്ലുവിളിക്കാനാണ്. കാര്യം ഇല്ല, നമുക്ക് അത്ര ഉറപ്പുണ്ട്. ഇബ്നു ഹിഷാമിന്റെ സീറയില്ല, ഇവിടെ ഇല്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം അത് ഒരുപാട് മുഹദ്ദിസീങ്ങളും ഒരുപാട് ഫുഖഹാക്കളും ഒരുപാട് മുഫസ്സിറും ഒക്കെ പറഞ്ഞു തന്നെയാണ്. അതിൽ തർക്കമില്ല. നേരത്തെ പറഞ്ഞു, അള്ളാഹു റസൂൽ ഹിജ്റയായി മദീനയിലേക്ക് വന്നപ്പോൾ പാട്ടുപാടി സ്വീകരിച്ചു. റസൂൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലോ നമുക്ക് സ്വീകരിക്കാം. ആർക്കാ തർക്കമുള്ളത്? ഞാൻ സാമ്പിൾ ഇട്ടു. ഇത് അവസാനം വരെയും ഒരു കിതാബ് ഉദ്ധരിക്കണില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഊന്നിയത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു. മൊത്തം 89 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൃത്യമായി ഊന്നിയിരുന്നു. അന്ന് മറുപടിയില്ല. പക്ഷെ ഭയങ്കര വിജയാഘോഷമായിരുന്നു. ഞങ്ങൾ എവിടെയും ട്രോഫി കൊടുക്കാനും ആദരിക്കാനൊന്നും പോയിട്ടില്ല. 2, ഇതേ ടീമായിട്ട് ഞങ്ങൾ കമ്പിലിൽ സംവാദം നടത്തി. കമ്പിലിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു അറിയോ? സൂറത്ത് യൂനുസിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തിന് ഈ പറയുന്ന അർത്ഥം വലഫറഹു എന്ന് പറയണേ ഈ ആയത്തിന് ഈ നിലക്ക് ആരെങ്കിലും തഫ്സീർ കൊടുത്തിട്ടുണ്ടോ? ആ ചോദ്യം നിങ്ങൾ കേട്ടു നോക്ക്. നിങ്ങൾ സ്ഥാപിക്കേണ്ടത് സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി എങ്കിൽ സ്വഹാബത്ത് മുതൽ താബിഉകൾ മുതൽ തബഉ താബിഉകൾ മുതൽ മദ്ഹബിന്റെ ഇമാമികൾ മുതൽ ഖുർആൻ മുഫസ്സിറുകളായ അഹ്ലുസ് സുന്നയുടെ ആധികാരികരായ മുഫസ്സിറുകൾ, ഇനി വേണ്ട മുഹദ്ദിസുകൾ, ഇനി വേണ്ട ഫുഖഹാക്കൾ, ആരെങ്കിലും ഒന്ന് അഹ്ലുസ് സുന്നയുടെ ഇമാമികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്
എഴുതി വെച്ച ഒരു കിതാബ് മുസ്ലിയാരെ, ഒരൊറ്റ കിതാബ് ഷിയാക്കളുടെ വേണ്ട, നിങ്ങൾ കയ്യിലുണ്ടാവും, ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എടുത്തോളൂ. നേരെ മറിച്ച് അഹ്ലുസ് സുന്നയുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകളോ ഇനി മുഹദ്ദിസുകളോ ഇനി ഫുഖഹാക്കളോ ഏത് ഇമാമികളാവട്ടെ, അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് നബി ദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു, റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ തെളിവാകുന്നു, ഈ 12 വിട്ടാളി റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് എഴുതി വെച്ച ഒരു വരി ഇലാ യൗമിൽ ഖിയാമ ഇർഫാനി എന്നല്ല, എംടി എന്നല്ല, ആര് വന്നാലും ശരി വായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കേണ്ട ഖുർആനിനെ പച്ചയായ ദുർവ്യാഖ്യാനമാണ്. ഓക്കെ, ഇതിന് ഉത്തരം കൊടുത്തത് പിന്നീട് മരണപ്പെട്ടു പോയ അവരുടെ കൂട്ടത്തിലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടോളി, ഇതാ മൗലവി കിതാബ് എന്ന് പറഞ്ഞ് വായിക്കല്ല ചെയ്ത്, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തിന് ഒരു കിതാബല്ല ഒരുപാട് കിതാബ് തരാം എന്ന് പറഞ്ഞ് തഫ്സീർ വായിക്കല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം എന്താ അറിയോ? ആദ്യം വ്യവസ്ഥയിലെ ഒരു കാര്യം പറഞ്ഞ് പിന്നീട് ഉരുളുകയാണ് ചെയ്തത്. കേട്ടോളി നിങ്ങൾ. ആ ആയത്തിന് നബിദിനത്തിന് തെളിവാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ പ്രമാണം എഴുതുമ്പോൾ ആലോചിക്കണം. നിങ്ങൾ എന്താ പ്രമാണം എഴുതിയത്? ഒന്നാം പ്രമാണം ഖുർആൻ. ഫല്യഫ്റഹൂ ഫബിദാലിക മൗലവി ഫൈസൽ മൗലവി ഇപ്പ അംഗീകരിച്ച നബിനെ കൊണ്ട് അല്ലേ, വബി റഹ്മത്തിഹി റഹ്മത്താണെന്ന് ഫൈസൽ മൗലവി ഇപ്പ അംഗീകരിച്ചിരിക്കുന്നു. വബിദാലിക ആ നബിനെ കൊണ്ട് ഫല്യഫ്റഹൂ സന്തോഷിച്ചു കൊള്ളട്ടെ, സന്തോഷ പ്രകടനം നടത്തട്ടെ. അതാണ് ഞങ്ങൾ നബിദിനാഘോഷം എന്ന് പറഞ്ഞ് നടത്തുന്നത്. ഇൽഹാറു ശുക്ർ ഇൽഹാറുൽ ഫറഹ് ഫല്യഫ്റഹൂ ആയത്താണ് തെളിവ്. ശരിക്കും മനസ്സിലായിക്കോളി. ഇനി ഉമർ മൗലവിന്റെ പുസ്തകം ഗണ്ണിക്കും പോലെ ഒരു തമാശ. ഓക്കെ, അപ്പൊ എന്താ ആയത്തിന് തഫ്സീർ വായിച്ചപ്പോ നിങ്ങൾ പ്രമാണം എഴുതിയപ്പോ അതിൽ ഖുർആൻ സുന്നത്ത് എന്നാണ് എഴുതിയത്. അപ്പൊ ഇനി ഖുർആൻ സുന്നത്ത് എഴുതിയ ഓരോരുത്തർക്കും പറ്റിയ പോലെ വ്യാഖ്യാനിക്കാം അല്ലെ? ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ ഒരു ആയത്തുണ്ട്, ഫജാഅത്ത് സയ്യാറത്തുൻ ഫാർസലു വാരിദഹും ഫാദിലാ ദൽവാ. അങ്ങനെ ഒരു സയ്യാറത്ത്, ഒരു യാത്രാ സംഘം വന്നു, അവരുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളം കോരുന്ന ആളെ പറഞ്ഞയച്ചു. അപ്പൊ ഞാൻ ഫജാഅത്ത് സയ്യാറത്തുൻ, അങ്ങനെ ഒരു കാറ് വന്നു, ഫാർസലു വാരിദഹും അല്ലെങ്കിൽ ഒരു വണ്ടി വന്നു, അവരുടെ ക്ലീനറെ പറഞ്ഞയച്ചു. നർത്തം വെക്കാൻ പറ്റുമോ? ഈ ആയത്തിന് ആരാണ് ഇത് നബിദിനാഘോഷത്തിന് ഉള്ള തെളിവാണ് എന്ന് ചോദിച്ചപ്പോ മറുപടി ഇല്ല. ആവർത്തിച്ചു ചോദിച്ചു ഞങ്ങള്. അവസാനം ആ സംവാദം കലക്കാണ് ചെയ്തത്. ഫൈസൽ മൗലവി വീണ്ടും ചോദിക്കണം, നിങ്ങൾ കേട്ടു നോക്ക്. എവിടെ മുസ്ലിം തഫ്സീർ എവിടെ? തഫ്സീറ ചോദിച്ചാൽ നിങ്ങളെ തൊള്ളപടായല്ല. നിങ്ങൾ ആയത്തോല നിങ്ങൾ ഒന്നാം പ്രമാണം ഖുർആന് കുലുവല്ലാഹ് ഓതിക്കോളി, യാസീൻ ഓതിക്കോളി, തബാറക് ഓതിക്കോളി. അത് മരിച്ചോടത്ത് മാത്രം ഓതാനല്ല, ഇവിടെ ഓതാളാ. അത് ഓതി നിങ്ങൾ തെളിയിക്കി. അത് ശരി, ആയത്ത് ഓതിയാൽ മതിയോ? നിങ്ങളെ ദുർവ്യാഖ്യാനമാണ് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. കൊണ്ടുപോയി തഫ്സീർ. ഞാൻ പറഞ്ഞു ഇലാ യൗമിൽ ഖിയാമ. ഇനി മാനെ അത്വാശ എംടി മാറി കയറിക്കോളി, പക്ഷേ കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ ആര് കയറിയാലും ശരി പച്ചയായി ദുർവ്യാഖ്യാനിക്കുക വിശുദ്ധ ഖുർആനിനെ. അല്ലാഹു തആല ആയത്തിനെ നിങ്ങളെ വ്യാഖ്യാനിച്ചിട്ട് ഇപ്പൊ പറയാ ആയത്തോതി ആയത്ത് ഓതിക്കൂടെ? നിങ്ങൾ ആയത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരല്ലേ? കേൾക്കണ്ട ആയത്തോതാൻ പ്രയാസം. അതുകൊണ്ട് ഓതിയാ പോരാ, ആയത്ത് നിങ്ങൾ വെച്ച അർത്ഥാണ് എവിടുന്നാ കിട്ടിയില്ല. അതാ പറയേണ്ടത്. ഏത് തഫ്സീറാണുള്ളത്? അതുകൊണ്ട് ഞാൻ എന്റെ പങ്ക് സ്പെഷ്യൽ തന്നത് ഈ മുഫസ്സിർ വേണമെന്നില്ല, മുഹദ്ദിസ് മതി, ഫഖീഹ് മതി, അഹ്ലുസ് സുന്നയുടെ ഏതെങ്കിലും ഇമാം മതി എന്ന് പറഞ്ഞല്ലോ. എന്തേ ഇല്ലാത്തത്? ലക്ഷക്കണക്കിന് കിതാബില്ലേ, അട്ടിക്കൊന്ന് വെച്ചാൽ മതി. ഇടുക്കിങ്ങോട്ട് വായിക്കി. എന്താണ് വിചാരിച്ചത്? അട്ടിക്ക് വെക്കുക എന്നാ സമാധാന കൗമിന് ആ കാലം കഴിഞ്ഞു മുസ്ലിയാരെ. അതുകൊണ്ട് നിങ്ങൾ വായിക്കി. നിങ്ങൾ പറഞ്ഞ ആയത്തിന് ഏത് തഫ്സീറാ നിങ്ങൾ പറഞ്ഞ അർത്ഥമുള്ളത്? ഉമർ മൗലവിയുടെ ബുക്ക് വായിച്ചപ്പോ, നേരത്തെ വായിച്ചപ്പോ അപ്പോൾ ഓക്കെ, ഇവിടെയും വിജയാഘോഷം വളരെ സജീവമായിരുന്നു. ഈ പറഞ്ഞ കമ്പിലും ഭയങ്കര വിജയാഘോഷമായിരുന്നു. പക്ഷെ തെളിവില്ല. ഞങ്ങൾ ഇവിടെ ചെറുവാടിയിൽ നടന്ന സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് എന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പ്രവാചകനോ സഹാബത്തോ താബിഈങ്ങളോ ഒക്കെ പഠിപ്പിച്ചതുണ്ടോ? ആവർത്തിച്ച് ഫൈസൽ മൗലവി ചോദിച്ചു. നിങ്ങൾ ഒന്ന് രണ്ട് രംഗങ്ങളിലെ ഭാഗം ഒന്ന് കേട്ടു നോക്ക്. ഫൈസൽ മൗലവിയുടെ ചോദ്യം ഒന്ന് കേട്ടു നോക്ക്. തുടങ്ങി ദേശമായപ്പോഴേക്ക് നമ്മൾ ഇത്തിഫാക്കായ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല, സ്വഹാബിമാർ ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടില്ല, തബഉ താബിഈ ആഘോഷിച്ചിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർ അയിമത്തുൽ അർബഅ ആഘോഷിച്ചിട്ടില്ല. ഇതിലിപ്പോ തർക്കമില്ലല്ലോ. ഇനി ഷിയാക്കൾ തുടങ്ങി, അതിനും തർക്കമില്ലല്ലോ. ഇത് അൽ മുബാറക് എഴുതിയാണ്. സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന ഒരുപാട് വിഷയം വന്നപ്പോൾ അവിടെ എണ്ണിപ്പറഞ്ഞ ഒന്നാണെന്ത്? നബിദിനാഘോഷ വിഷയത്തിൽ സുന്നികളും ഷിയാക്കളും. ഓക്കെ, ആവർത്തിച്ച് ചോദിച്ചു നമ്മള്. നബി ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടില്ല. തരൂ,
ആഘോഷിച്ചിട്ടില്ല എന്ന് സമ്മതിച്ചുകൊണ്ടാണ് തുടങ്ങണത്. അത് ആകത് തെളിയിക്കാൻ ആ സംവാദം തന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് നാട്ടുകാരെ സദസ്സിൽ ഉൾപ്പെടുത്തണ്ടെന്ന് തീരുമാനിക്കുന്നത്. വേദിയിൽ ഒന്ന് പറയും, അല്ല അങ്ങാടിയിൽ ഒന്ന് പറയും, മുന്നിൽ വരുമ്പോൾ വേറൊന്ന് പറയും. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗം കേട്ടു നോക്ക്. ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു. പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തമിഴ് താബിക്ക് പരിചയമില്ല, അയിമത്തുൽ അർബഅക്ക് പോലും പരിചയമില്ല. ഇവിടെ ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു പൂതിക്കെങ്കിലും അല്ല ഓർക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞൂടെ? പറഞ്ഞത് ഇടിക്കങ്ങള് വിജയാഘോഷിച്ച ആളുകൾ ആ ടൈം ഒന്ന് നോട്ട് ചെയ്തിട്ട് കൊടുത്തേക്കും, ഒന്ന് കൊടുത്തേക്കും നോട്ട് ചെയ്തിട്ട്. ഞങ്ങൾ ഉദ്ധരിച്ചത് ഇതാ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നബി ആഘോഷിച്ചു, സഹാബത്ത് ആഘോഷിച്ചു, താബിഈങ്ങൾ ആഘോഷിച്ചു, പണ്ഡിതന്മാർ ആഘോഷിക്കാൻ പറഞ്ഞു എന്ന നിലക്ക് നിങ്ങൾ ആ സംവാദത്തിൽ ഉയർത്തിയ കിതാബോ രേഖയോ ഉണ്ടെങ്കിൽ അത് പറയൂ, അത് പറയൂ. അതില്ലാതെ ഇവിടെ വന്ന് ജനങ്ങളെ പൊട്ടീസാക്കാൻ ആളുകൾ ഇപ്പോ ആവറേജിന്റെ മേലെ ചിന്തിക്കണോരാ അല്ലേ? പലപ്പോഴും സമൂഹത്തിലുണ്ടായ പല പല കാര്യങ്ങളിൽ നിന്ന് പണ്ട് പണ്ഡിതന്മാരെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ച് ഉണ്ടായിരുന്ന ആ വിശ്വാസം ഒന്നും ഇപ്പല്ല. വീണ്ടും ഒരു രംഗം കൂടി എനിക്ക് കാണിക്കാൻ കഴിയും. പല പല തവണ ഓരോ ചോദ്യത്തിലും ഞങ്ങൾ ആവർത്തിച്ച് ഇത് പറഞ്ഞു. പക്ഷേ ഉദ്ധരിച്ചതേയില്ല. എന്നാലോ വിജയിച്ചത് ഞങ്ങളാ. നിങ്ങൾ വിജയിച്ചോളി, ഒരു കുഴപ്പമില്ല. നിങ്ങളിത് സ്ഥിരം വിജയിക്കണ തന്നെയാണ്. കുറ്റിച്ചറ കൊട്ടപ്പുറം മുതൽ വിജയിച്ചു പോരുന്നതാ. അങ്ങനെ വിജയിച്ചോളി. ഇത് ഞങ്ങളെ വീഡിയോന്റെ താഴെയുള്ള കമന്റ്സ് വെറുതെ ഒന്ന് വായിച്ചാൽ മതി, വിജയിച്ചോളി കേട്ടോ. ഞങ്ങളെ വീഡിയോന്റെ താഴെ ആളുകൾ എഴുതിയ കമന്റ്സ് വെറുതെ ഒന്ന് വായിച്ചാൽ മതി എടുത്തിട്ട്. അപ്പോൾ മനസ്സിലാകും എന്താണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിജയാഘോഷം പ്രകടിപ്പിച്ചതിലുള്ള വിഷമം കൊണ്ട് സംഘടിപ്പിച്ചൊന്നുമല്ല. ഞങ്ങൾക്ക് ചെറുവാടിയിലെ ആളുകൾ ഈ സംവാദമൊന്നും കേട്ടിട്ടും കണ്ടിട്ടുമില്ല. 1.5 ലക്ഷം 2 ലക്ഷം ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ നിലക്ക് കണ്ടിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരോടെയും കണ്ടോട്ടെ എന്നുള്ള നിലക്ക് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മാത്രമല്ല നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ഇആനത്തു ത്വാലിബീൻ ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പൊതുയോഗങ്ങളിൽ ഇത് വെച്ചാ സംസാരിക്കുക. അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചു, ഫാത്തിമ ബീവി ആഘോഷിച്ചു, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആഘോഷിച്ചു. ഇത് എടുത്തില്ല. അപ്പൊ ഞങ്ങൾ അത് ചോദ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ കിതാബിലുള്ളതൊക്കെ പറയാൻ റെഡി ഉണ്ടോ എന്ന് ചോദിച്ചു. മിണ്ടിയില്ല. നിങ്ങൾ സംവാദം എടുത്തു നോക്ക്, ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം മെൻഷൻ ചെയ്യ്. ഇആനത്തു ത്വാലിബീനിലെ ഭാഗം വായിച്ച സമയമുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യൂ, യൂട്യൂബിൽ മെൻഷൻ ചെയ്യൂ, ഒരു പേപ്പറിൽ എഴുതി കൊടുത്തേക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ. ആ ഭാഗം ഞാനിപ്പോൾ ഇവിടെ ഇടും. വെല്ലുവിളിയൊന്നുമല്ല, ആൾക്കാരെ പറ്റിക്കരുത്. ഇആനത്തു ത്വാലിബീനെ കുറിച്ച് ചോദിച്ചപ്പോ, അല്ലെങ്കിൽ നിഅമത്തുൽ കുബ്രനെ കുറിച്ച് ചോദിച്ചപ്പോ അതിലെ വരികൾ ഞങ്ങളെ ഉസ്താദ് വായിച്ചത് ഇതാണ്. എന്താ ഈ നിഅമത്തുൽ കുബ്ര ചോദിക്കാനുള്ള കാരണം? കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വൈകുന്നേരമായാൽ ഇവര് വായിക്കുന്ന കിതാബാണിത്. ജനങ്ങളെ പറ്റിക്കണ പരിപാടിയാണ് ഈ നടക്കുന്നത്. ഞങ്ങളെ മുന്നിൽ വന്നപ്പോൾ അത് വായിക്കൂല. വായിച്ചാ എന്താ? ഞങ്ങളതിന്റെ സനത് എടുക്കും, പോളിക്കും. ആ സനത് എടുത്തിട്ട് പോളിച്ചടുക്കി കൈ കൊടുക്കും. അത് അവർക്ക് അറിയാം. അപ്പോ KM മൗലവിയിലും ഉമർ മൗലവിയിലും ഇങ്ങനെ കിടന്ന് കറങ്ങായിരുന്നു. KM മൗലവിയിലും ഉമർ മൗലവിയിലും ഇങ്ങനെ കിടന്ന് കറങ്ങുക. ഉച്ചവരെ എന്താ സ്ഥിതി? ഉച്ചവരെ വളരെ ശാന്തം. ഉച്ചവരെയുള്ള ഭാഗം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ളത് കാണുമ്പോൾ കാര്യം മനസ്സിലാവും. ഉച്ച കഴിഞ്ഞപ്പോ കാര്യമായ ചർച്ച നടന്നു. പിന്നെ സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ തക്ബീറായിരുന്നു. ഞങ്ങൾ ഉരുളൻ കല്ല് കണ്ട് ശീലിച്ചവർക്കുണ്ടോ തക്ബീർ? ഞാനൊരു ഒരൊറ്റ ചോദ്യം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ചോദ്യത്തിലൂടെ പോകാം. എന്താ ഇവർ കാര്യമായി കൊണ്ടുവന്നൊരു വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞു, നബിദിനാഘോഷം ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളെ വാദം ശിർക്കാന്ന് തന്നെ വെച്ചോളി. എന്നാലെന്താ? ഞങ്ങളെ വാദം ശിർക്കാണെന്ന് തന്നെ വെച്ചോളി. നിങ്ങൾ കൈദില്ലാതെ ശിർക്കാന്ന് വെച്ചോളി. നിങ്ങൾ തെളിയിക്കേണ്ടത് അതല്ലല്ലോ. നിങ്ങൾ തെളിയിക്കേണ്ട എന്താ? നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിന് പ്രാമാണികമായി രേഖയുണ്ട് എന്നാ തെളിയിക്കണ്ടേ. നിങ്ങൾ ആയത്തോതിയില്ല, നിങ്ങൾ ഹദീസോതിയില്ല, നിങ്ങൾ കിതാബുകൾ ഉദ്ധരിച്ചില്ല. നിങ്ങൾ സ്ഥിരമായി ഉദ്ധരിക്കുന്ന കിതാബ് ഞങ്ങൾ മുന്നിക്ക് വെച്ചെന്നു, ഇതിലുണ്ടെങ്കിൽ എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞു. വായിച്ചില്ല. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ വാദം ശിർക്കാണ് എന്നാണ്. ആ ചോദ്യം മുസ്ലിയാരൊന്ന് ചോദിച്ചോട്ടെ. നബി ദിനാഘോഷ വിഷയത്തിൽ നിങ്ങൾക്ക് പല പരിണാമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന ന്യായീകരണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. നബിദിന ആഘോഷം തന്നെ ശിർക്കാണെന്ന നിങ്ങളുടെ വാദം ഏതെങ്കിലും ഖുർആൻ ആയത്തുകൊണ്ട് തെളിയിക്കാമോ? ഇതായിരുന്നു ചോദ്യം.
ഞങ്ങൾ ചോദ്യത്തോട് പ്രതികരിച്ച് തന്നെയാണ് പോയത്. ഫൈസൽ മൗലവി പറഞ്ഞു ശിർക്കായതൊന്നും ശിർക്കാണെന്ന് പറയാൻ ഒരു പേടിയില്ല, പക്ഷേ ഇത് ആഘോഷം തന്നെ ശിർക്കാണ് എന്ന നിലക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഫൈസൽ മൗലവിന്റെ പ്രതികരണങ്ങൾ കേട്ടോ. ഞങ്ങളുടെ വ്യവസ്ഥ എന്താ ഉള്ളത്? നബിദിനാഘോഷം വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ തെളിവുള്ളതല്ല. നബിക്കോ സഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമമാർക്ക് പോലുമോ പരിചയമുള്ളതല്ല. അത് ബിദ്അത്താണ്. ഇത് നമ്മളെ വാദം. ഇത് നിങ്ങൾ നേരത്തെ വായിച്ചു നോക്കിയാണല്ലോ. ഇവിടെ വന്നപ്പോൾ മൂപ്പര് വൽഹാസിലും പറഞ്ഞല്ലോ. ഇന്ത്യ ആ വൽഹാസിൽ നിന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലേ? നബിദിനാഘോഷം ശിർക്ക നമ്മൾ പറഞ്ഞു കിട്ടണം, എന്നാ എളുപ്പമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ശിർക്കായതിന് ശിർക്കാന്ന് പറയാൻ ഒരു മടിയില്ല. ശിർക്ക് അല്ലാത്ത ശിർക്കാന്ന് പറയാൻ ആരൊക്കെ പിന്നാലെ കൂടിയാലും അതിനെ എവിടുന്ന് പുറത്താക്കിയാലും നിങ്ങൾ തയ്യാറാവില്ല. അതാണ് ഞങ്ങൾ പ്രത്യേകത. ശിർക്കായത് ശിർക്ക് എന്ന് പറയും, ശിർക്കല്ലാത്ത ശിർക്കല്ല എന്നും പറയും. അതിനൊരു പ്രശ്നമില്ല. നബിദിനാഘോഷം ശിർക്കാണ് എന്ന് നിരുപാധികം നബിദിനാഘോഷം എന്ന ആ ആഘോഷം ശിർക്കാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതിയിട്ടില്ല. ഓക്കെ, മാത്രല്ല ഞങ്ങളെ പേരിൽ ഞങ്ങൾക്കില്ലാത്ത വാദം ഉണ്ടാക്കി അങ്ങനെ മറുപടിക്ക് വേണ്ടി ശ്രമിക്കേണ്ടതുമില്ല എന്ന് കൂടി മൗലവി ചേർത്ത് വെച്ചു. നബിദിന ആഘോഷത്തിന് ഹുക്കം പറഞ്ഞപ്പോൾ ആ ആഘോഷം ശിർക്കാകുന്നു. അങ്ങനെ ഹുക്കുമുണ്ടാവുക? ശിർക്കിന് ഹുക്കുമാണ്. ഹുക്കും 5 ഉള്ളൂ. ശിർക്കിന്റെ ഹുക്കം ഹറാമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇല്ലാത്ത വാദം നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുക, എളുപ്പമുണ്ടല്ലോ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടും ആയാൽ പോലെ. ശരി, ഇനി പറഞ്ഞു ആഘോഷം ശിർക്കാണ് എന്ന് പറഞ്ഞു. ഇനി ശിർക്കിന്റെ ചില ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ആഘോഷം എന്ന നിലക്ക് അതിന് ബിദ്അത്ത് എന്നാ പറയാ. പുത്തനാചാരം, ബിദ്അത്തുകൾ ഹറാമാണ്. എന്നാൽ ശിർക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലുന്നതും പാടുന്നതും ഒക്കെ ആയ കാര്യങ്ങളിൽ ശിർക്കുണ്ട്. അത് അദ്ദേഹം വേർതിരിച്ച് അവിടെ പറഞ്ഞു. നബിദിനാഘോഷം ശിർക്കാണ് എന്ന് നിരുപാധികം ഹുക്കം പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ ഭാഗമായി നിങ്ങൾ എമ്പാടും ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. നബിദിനാഘോഷത്തിന്റെ ഭാഗമായും അല്ലാതെയും വീടുകളിൽ, പള്ളികളിൽ എല്ലാം നിങ്ങൾ പാടിപ്പറയുന്ന മാലപ്പാട്ടുകൾ, മൗലീദുകൾ, മങ്കൂസും സർഫനാമം മുതൽ അങ്ങോട്ട് എടുത്താൽ ഓരോന്നിടെ കടന്നുപോയാൽ എത്രയാൾ ശിർക്കിന്റെ വരികൾ, നബിദിനങ്ങളെ വിളിച്ച് നീക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മുതൽ അങ്ങോട്ട് എല്ലാ സ്ഥാനങ്ങളും പടച്ച റബ്ബിന് അവകാശപ്പെട്ട സ്ഥാനങ്ങൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുന്നത് ആരെ പേരാണോ മൗലിദ് ഓൽക്കൊക്കെ വകച്ചു കൊടുക്കുക. ഓക്കെ, മാത്രല്ല മാലകളെ കുറിച്ച് കൂടി അദ്ദേഹം ഒരു അനുബന്ധ കമന്റ് പറയുന്നുണ്ട്. മൗലിദ് 90% പാച്ച നുണയാണ്. എവിടെ കിട്ടി പോകുന്നതല്ല. മങ്കൂസ് മൗലിദ് ഇറക്കത്തിയാൽ 10-100 നുണയാണ് അതിൽ കാണാൻ കഴിയുക. എന്ത് സ്ഥാപിച്ചായി നിങ്ങൾക്ക്? മുഴുവൻ കള്ളക്കഥ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ ഇട്ടാണ് ഈ ഉമ്മത്തിൽ നിങ്ങൾ നബി സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടുവന്ന്. നബി സ്നേഹം അങ്ങനെയല്ല. ഓക്കെ, അപ്പോ ഇത്രയും മൗലവി പറഞ്ഞു ഞങ്ങളെ വാദം ബിദ്അത്ത് എന്നാണ്, ശിർക്ക് എന്നല്ല. എന്നാൽ ശിർക്ക് ആകുന്ന കാര്യങ്ങൾ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്നതിലും പാടുന്നതിലുമുണ്ട്, അത് ശിർക്കാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മുസ്ലിയാരെ ചോദ്യത്തിന്റെ സമയത്ത് വീണ്ടും ചോദിച്ചത് എന്താ അറിയോ? ശിർക്കാണ് എന്നുള്ളത് നിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല. നമുക്ക് വാദള്ളിനല്ലേ തെളിവ് പറയുള്ളൂ. എന്നിട്ട് ഈ ജാതി ആളുകളുടെ ഇത്തരം സംഗതികളാണ് ഭയങ്കര വിജയാരവം മുഴക്കിയത്. മുസ്ലിയാരൊന്ന് പറയണങ്ങൾ കേട്ടു നോക്ക്. പിന്നെ നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് പലതവണ പല ഘട്ടങ്ങളിലും പറഞ്ഞു. ആ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ശിർക്കാണെന്നതിന് നിങ്ങൾ തെളിവ് ഉന്നയിക്കുമ്പോ ആ വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വസീലത്തു ശിർക്കുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഇസ്തംദാന്റെ ആയത്തോതാ. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല. പക്ഷെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ നബിദിനാഘോഷം ശിർക്കാണ് എന്ന വാദത്തിൽ നിങ്ങൾക്ക് ആ പറയുന്ന വാദത്തിന് നിങ്ങൾക്ക് ഏതു തെളിവാണ് ഖുർആനിൽ നിന്ന് ഉന്നയിക്കാനുള്ളത്? നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിയാരെ, ഞങ്ങൾക്ക് ഇങ്ങനെ വാദമല്ല. നബിദിനം ശിർക്കാണെന്നുള്ള വാദം ഞങ്ങൾക്കില്ല. വാദമില്ലാത്തിടത്തോളം കാലം അതിന് തെളിവ് ഉദ്ധരിക്കേണ്ടതില്ല. ഞങ്ങളെ വാദം ബിദ്അത്താണെന്നാണ്. നബിയും സ്വഹാബത്തും ഒന്നും ആചരിച്ചിട്ടില്ല എന്നാണ്. അത് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇതാ വിഷയം. ഫൈസൽ മൗലവി അദ്ദേഹത്തോട് നടത്തുന്ന തിരിച്ചുള്ള പ്രതികരണം കേട്ടോ. ഞാൻ ഉത്തരം പറഞ്ഞാൽ പരാതി. ചോദ്യം ചോദിക്കണ്ടേ? ചോദിച്ചെങ്കിൽ ഉത്തരം പറയാം. ആകെ 3 ചോദിച്ചാലും 3 അപ്പൊക്കെ ഉത്തരം പറഞ്ഞു. ഇപ്പൊ ചോദ്യമില്ല. ഇപ്പൊ 4ാമത്തെ ചോദ്യം ഇല്ല. ഇപ്പൊ ഞാൻ എന്താ കാട്ടുക? ഞാൻ പ്രസംഗിക്കില്ല എന്താ കാട്ടുക? ചോദിച്ചെങ്കിൽ ഉത്തരം പറയാ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് മൗലവി പറഞ്ഞു. എന്താ വെച്ചാൽ ഇവര് ഈ ചോദ്യം ചോദിക്കണതിന്റെ ചില മർമ്മങ്ങളുണ്ട്. ചില സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാണ്ട്, അത് പുറത്തേക്ക് എടുക്കാൻ കണ്ട് തന്നെ മൗലവി കൃത്യമായി പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്ക്. പിന്നെ എന്താ നിങ്ങൾ വാദിച്ചത്? ശിർക്കാണ് എന്നത് ശരിയല്ല. ശിർക്കാണ് ആരെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നബിദിനാഘോഷം എന്നത് ഒരു ആഘോഷം എന്ന നിലക്ക്
അത് ശിർക്കാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടേയില്ല, എഴുതിയിട്ടില്ല. ഉറപ്പാണ്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോ പതുക്കെ അവിടെ തപ്പൽ തുടങ്ങി. എന്താ മൗലവിനെ ഭരണങ്ങൾ കേട്ടോളി. നിങ്ങളവിടെ ഉമർ മൗലവിന്റെ അടയാളം വെച്ചല്ലോ, നിങ്ങൾ ബാക്കി പറഞ്ഞുതരാം. അതെ, അതൊന്നും കാര്യമില്ല ഉസ്താദുമാരെ. അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പെടുത്തു മുസ്ലിയാർ, അപ്പെടുത്തു. നമുക്ക് വാദമുണ്ട് എന്നുള്ള നിലയ്ക്ക് വിഷയാവതാരകൻ മുതൽ ഭയങ്കര ബോംബായിട്ട് കൊണ്ടുവന്ന സാധനം അത്. എത്രയോ സമയം കെട്ടിമറിഞ്ഞ് അവസാനം സാധനം പുറത്തേക്കെടുത്തു. വായിക്കട്ടെ. ഇതാ തള്ളാൻ ഒന്നാമത്തെ പുസ്തകം റെഡി. ഒന്നാമത്തെ പുസ്തകം ഇതാ നിങ്ങളുടെ സെൽസബീലിന്റെ പ്രസ്താവന എന്താണ്? മൗലിദ് കഴിക്കൽ ശിർക്കാണെന്നു പറയാൻ കാരണം അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുകയും എന്ന് പറഞ്ഞ് വിശദാംശങ്ങൾ പറയാൻ. നബിദിനം ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലത്ത് പറഞ്ഞത്. ശിർക്കാണെന്നത് ഹുക്മ തന്നെയാണ്, അത് പറഞ്ഞിട്ടായി ഇല്ലത്ത് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങൾ പറയണം. അതെ, അപ്പൊ ബുക്ക് എടുത്ത് വായിച്ചു. കാര്യമായ മുതല് എടുത്തു, എന്നിട്ട് വായിച്ചപ്പോ അതിന് കൊടുത്ത ഉത്തരം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ശിർക്കാന്ന് വാദല്ല പറഞ്ഞപ്പോ ഇതാ സെൽസബീൽ എഴുതിയിട്ടുണ്ട് ഇതാണ്. എന്നിട്ടെന്താ ഇല്ലത്ത് പിന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇല്ലത്ത് പറഞ്ഞേക്കണ് അത് നിങ്ങൾക്ക് അറിയാം, പിന്നെ എന്തിനാ ഈ തട്ടിപ്പ്? ഓക്കെ, അപ്പോ കൃത്യമായ കാരണം അവിടെ ഉണ്ട്. എന്താണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ബാക്കി കൂടി മൗലവി വിശദീകരിച്ചോട്ടെ. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് നിരുപാധികം ആഘോഷം എന്ന നിലയ്ക്ക് ഹുക്കുമായി പറഞ്ഞപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റു ചില കാരണങ്ങളാൽ അത് ശിർക്കായി വരും. അതാ പറഞ്ഞത് ശിർക്കാവാൻ കാരണം. കേട്ടോ, ശിർക്കാവാൻ കാരണം ആഘോഷം ശിർക്കാണെങ്കിൽ പിന്നെ ശിർക്കാവാൻ കാരണം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവിടെ മനസ്സിലായി. അവിടെ മുസ്ലിം അത് ശരിയല്ലല്ലോ, ഇല്ലത്തെ ശേഷം പറഞ്ഞില്ലേ അല്ലെ ഹുക്കുമു എന്നല്ലേ. അതുകൊണ്ട് ആ അസ്ലി വെച്ച് തന്നെ നോക്കി നിങ്ങളെ ചോദ്യം ശരിയല്ല. അപ്പൊ ഒരു മലയാള വരി ഇങ്ങനെ എടുത്തിട്ട് ആ വരിമങ്ങനെ കറങ്ങാണ്. എന്തേ നിഅമത്തുൽ കുബറീന്ന് വായിക്കാതിരുന്നത്? എന്തേ ഇമാമിങ്ങളെ ഉദ്ധരിക്കാതിരുന്നത്? എന്തേ ഉമർ മൗലവിയുടെ പുസ്തകത്തിലെ കാരണം അത് ഇല്ലത്താണ്, അത് അങ്ങനെയാണ്, അത് ഇസ്നാദാണ് എന്നൊക്കെ പറഞ്ഞ് അയ്മങ്ങനെ കറങ്ങുക. ചോദ്യം ചോദിക്കാനില്ല. വിഷയത്തിൽ വാദത്തിനനുസരിച്ച് ചോദ്യം ചോദിച്ചു വന്ന എന്താ സംഭവിക്കുക? നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, കമ്പെന്ന് കണ്ടില്ലേ? സൂറത്ത് യൂനുസിൽ ആയത്ത് ഉദ്ധരിച്ചപ്പോ തഫ്സീറുണ്ട് മുസ്ലിയാരേ എന്ന് ചോദിച്ചപ്പോ ഇതേ ടീം കണ്ണൂരിലെ കമ്പിൽ നിന്ന് പറഞ്ഞ എന്താ? നമ്മളെ വ്യവസ്ഥയിൽ തഫ്സീർ ഉദ്ധരിക്കണം എന്ന് എഴുതിയിട്ടില്ല എന്ന സൂചനയാണ് തിരിച്ചു മറുപടി പറഞ്ഞ്. ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മൗലവി ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളെ വായിച്ചതിന്റെ അടിക്ക് കുറച്ചും കൂടി വായിച്ചത് കേട്ടോട്ടെ. അതുകൊണ്ട് ആ അൽമാർ സത്യമായി തള്ളേണ്ട ഒരാവശ്യമില്ല. ഇനി കുറച്ച് അടിക്ക് വായിച്ചു നോക്കി. നിങ്ങളിപ്പോൾ വായിച്ച അൽമാറുണ്ടല്ലോ, ഒരു 3-4 വരെ അടിക്ക് വായിച്ച അവിടെ കാണാം നിങ്ങളെ സമസ്തക്കാർ നിസ്കാരം വരെ ശിർക്കാൻ അതിലുണ്ട്. അതേ കാരണം വെച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരം വരെ ശിർക്കാണ് എന്ന അതേ ലേഖനത്തിലുണ്ട്. നിങ്ങൾ വായിച്ച് കുറച്ച് അടികൾ വായിച്ചാൽ മതി. അവിടെ ഉമർ മൊഴി അങ്ങനത്തെ രീതിയിലുണ്ട്. അതൊന്നും തള്ളേണ്ട ഒരു കാര്യമില്ല. അത് 100% ഹക്കാണ്. അത് കമ്പിൽ സമ്പാദന MT ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുത്തു. മൂപ്പർക്ക് പഠിഞ്ഞു, മൂപ്പര് വന്നിട്ടില്ല. ഓക്കെ, അപ്പോ സംഗതി എന്ത് ചെയ്തോ? പൊളിഞ്ഞല്ലോ. എന്താ കാര്യമായിട്ട് കൊണ്ടുവന്ന മുതല് പൊളിയുമ്പോ എന്തായി? സാധാരണ ഈ റോട്ടിൽ ഇങ്ങനെ കൺകെട്ട് പരിപാടി നടത്തുന്ന ആൾക്കാർ അങ്ങനെ എന്തൊക്കെയോട് കാട്ടും അല്ലേ? അതേപോലെ ഒരു 4-5 അറബി വാചകം വെച്ചിട്ട് മൂപ്പരൊരു മാനേജ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും ആൾക്കാർ? ഇല്ലടോ ഉസ്താദ് എന്തോ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാകുമല്ലോ. ആ ആശ്വാസം ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക് അദ്ദേഹം ഇതിന് കൊടുത്ത പ്രതികരണം ഒന്ന് കേട്ടു നോക്ക്. ഇല്ലത്ത് പിന്നെയാണ് പറഞ്ഞത് നിസ്കാരത്തിന് കസറാക്കണം, കസറ ആക്കൽ അനുവദീയമാണ് എപ്പോ മശക്കത്തുണ്ടായതിന് വേണ്ടി എന്ന് ഇല്ലത്ത് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ 10 മിനിറ്റോ 1/2 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ ഇല്ല, പിന്നെ അവിടെ ആ മശക്കത്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട്? ആദ്യം എന്തേ മനസ്സിലായി നിങ്ങൾക്ക്? അത്രേ ഉള്ളൂ ഒരു ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ എന്തോന്നാണ് പറയുമ്പോ എന്ത് ചെയ്യും? ഭയങ്കര ഉത്തരവായിട്ടുണ്ട്, ഇല്ലത്ത് മശക്കത്ത് ഭയങ്കര സംഭവമല്ലേ. ഇതൊന്നും ജനങ്ങളെ വിഷയം മനസ്സിലാക്കലല്ല വിഷയം. കക്കുംപടി ഇവിടെ വന്നിട്ട് വെല്ലുവിളിച്ചു, ഭയങ്കര വെല്ലുവിളി. അപ്പൊ എന്ത് ചെയ്തു? നമ്മളെ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് സാധനം ഏറ്റെടുത്തു അല്ലേ? ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോ വെല്ലുവിളിച്ച മൂപ്പരുമില്ല, സംവാദത്തിന് സാധാരണ പോണവരുമില്ല, കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചതാണ്. ഇത് മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ, അത്രേ ഇവിടെ വിഷയമുള്ളൂ. നോക്കൂ നിങ്ങൾ, എന്താ കൃത്യമായി മൗലവി വിഷയങ്ങളോട് വീണ്ടും പ്രതികരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കെട്ടണം. കബറ് കെട്ടിപ്പോ ശിർക്കാണെന്ന് മുജാഹിദുകൾ വാദിച്ചു എന്ന് പണ്ട് ഇവിടെയൊക്കെ ചില മനുഷ്യന്മാരൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറയാണ്ട് ഒപ്പിക്കന്നെ. നിങ്ങളെ പറയാം മുജാഹിദിന്റെ വാദം, നിങ്ങളെ അതിന് റദ്ദും ചെയ്യാം, അത് എളുപ്പമുണ്ട്.
മുജാഹിദിക്ക് നബിയെ സ്നേഹമില്ല എന്ന് പറയാം, സ്വലാത്തില്ല എന്ന് പറയാം, ദിക്റില്ലാത്തല്ല എന്ന് പറയാം, നബി റഹ്മത്തായി അംഗീകരിക്കുന്നില്ല എന്ന് പറയാം, എന്നിട്ട് നിങ്ങളെ മറുപടിയും പറയാം. അതിന് വാദപ്രതിവാദം എന്ന് പറയില്ല, അത് വാദപ്രതിവാദമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് വായിച്ചോളി, അത് കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഇല്ലാത്ത വായിച്ച് നിങ്ങളെ വക ശറഹ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അത് ന്യായീകരിക്കേണ്ട ബാധ ഞങ്ങൾക്കില്ല. ഓക്കെ, അപ്പോ മാത്രല്ല ശിർക്ക് ഇങ്ങനെ വെച്ച് കെട്ടണ്ട എന്ന് പറയുകയും എന്നാൽ ഉമർ മൗലവി പുസ്തകത്തിൽ എഴുതിയ ശിർക്ക് നിങ്ങളെടുത്തുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഉമർ മൗലവി പുസ്തകത്തിൽ എഴുതിയ ശിർക്ക് നിങ്ങളെടുത്തുണ്ട്, ഇത് ആ ശിർക്ക് ഏതാ കണ്ടോളൂ. നബിദിനാഘോഷത്തിന്റെ ഭാഗമായും അല്ലാതെയും നിങ്ങൾ ചൊല്ലുന്ന മാലപ്പാട്ടുകളിൽ ശുദ്ധമായ ശിർക്കുണ്ട്, ഒരു സംശയവുമില്ല. നബിയോട് പറഞ്ഞു, അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫിക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീർ. നബിയെ, താങ്കളുടെ മിസ്കീനായ അടിമയില താങ്കൾ ഔദാര്യം കാക്ഷിക്കുന്നു. ഇത് ശിർക്കല്ലേ? നമ്മളാ നബിയുടെ അടിമയല്ല, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ്. അബ്ദുല്ലാഹി റസൂലുഹു എന്നാണ് നബിയെ കുറിച്ച് പോലും പറഞ്ഞത്. നബി ഞങ്ങൾ അള്ളാഹിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്. ഓക്കെ, ഇനി വീണ്ടും തുടരാം. നബിദിനാഘോഷം ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയെങ്കിലും എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? അത് ചോദിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ ഇല്ലാത്ത വാദം എഴുതിയിട്ടാണ് നിങ്ങളെ വാദം മറച്ചു വെച്ച് തട്ടിപ്പേർത്തിയത്. ശിർക്കാണെന്ന വാദം ശരിയല്ല എന്നാ. അപ്പൊ ശിർക്കാന്നുള്ള വാദം ലോകത്ത് വാദക്ക് ഉണ്ടോ നമുക്ക് അറിയില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. മുജാഹിദ് പ്രസ്ഥാനം എവിടെയെങ്കിലും നബിദിനാഘോഷം ഒരു ആഘോഷമാണെന്ന നിലയ്ക്ക് ഇങ്ങനെ അർത്ഥപരമായ കൈതും ഇല്ലത്തും പറഞ്ഞ തൽക്കാലമല്ലേ രക്ഷപ്പെട്ടു പോകാൻ നോക്കണ്ട, അതിനൊക്കെ പിടികൂടും. അതുകൊണ്ട് ഇത് ആഘോഷം എന്ന നിലയ്ക്ക് അതിനെ ഹുക്മ പറയുമ്പോൾ നിരുപാധികം അത് ശിർക്കാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ കളവ് ഇനി നിങ്ങൾ എവിടെയും പറയരുത് എന്ന് മാന്യമായി ആവശ്യപ്പെടുകയാണ്. അപ്പൊ അവരുടെ 10 ചോദ്യത്തിന്റെ സമയത്ത് അവര് ആവർത്തിച്ച് ചോദിച്ച് നമ്മൾ മറുപടി കൊടുത്ത് പുസ്തകോല് സൈഡിൽ എടുത്തേക്കേണ്ടി വന്നു. അപ്പം എന്ത് ചെയ്തു? നമ്മളെ ചോദ്യത്തിന്റെ സമയത്ത് ഇത് ചോദ്യമായിട്ട് നമ്മൾ തിരിച്ചു വെച്ചു. അതപ്പം നിങ്ങൾ കേട്ട് നമ്മളെ ചോദ്യത്തിന്റെ സമയത്ത് ഒരു ചോദ്യമായിട്ട് ഇത് ചോദിച്ചു. അപ്പം എന്താ അറിയോ, ആദ്യം വായിച്ച വരി മുപ്പര് വിട്ടു, പതുക്കെ അടുത്ത വരി എടുത്തു. കേട്ടോളി. നിങ്ങളുടെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അപ്പോൾ പദ്യങ്ങളും പ്രാർത്ഥനാ കീർത്തങ്ങളും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ് എന്ന് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു മൗലിദാഘോഷത്തെ നിങ്ങൾ നിർവചിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ മൗലവി കൃത്യമായി നമ്മളുടെ ചോദ്യത്തിന്റെ സമയത്ത് അതിന് മറുപടിയും കൊടുത്തു. അപ്പൊ അൽഹംദുലില്ലാഹ് ഇതിനേതായാലും ഉത്തരം കിട്ടി, നമുക്ക് അനുകൂലമായ ഉത്തരം കിട്ടി. ഞങ്ങൾ എന്താ ചോദിച്ചത്? നിരുപാധികം ശിർക്കെന്നാര് പറഞ്ഞു? അതില്ല, അത് ഉറപ്പായല്ലോ. ഒരു ഫുള്ളാണ് വായിച്ച് കൃത്യമാണ്, അത് പറഞ്ഞാൽ മതി. നിരുപാധികമല്ല. കാരണം എന്താ? പിന്നെ എന്തുകൊണ്ടാണ് ശിർക്ക് പറഞ്ഞത്? ശിർക്ക് പറയാൻ കാരണം അത് അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലുണ്ട്, അതിന് പൊരുത്തം കാക്ഷിക്കലുണ്ട്, അതുകൊണ്ടാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ക്ലിയറാണ്. അതുകൊണ്ട് നമ്മളും പറയും ശിർക്കാണ്, അതുകൊണ്ട് ശിർക്ക് തന്നെയാണ്. അതന്നെയാണ് ഓർമ്മ തീർച്ചയായിട്ടുമുള്ളത്. ഓർമ്മ തീർച്ച നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ കമ്പ് നിങ്ങളെ ഉസ്താദ് ഇത് വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ബാക്കിൽ എന്തോ ഇല്ലേ, അതെന്താ നിങ്ങൾ കട്ടത് വെച്ചപ്പോ ശിഷ്യനും അതന്നെ കക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് സംവാദത്തിലുടനീളം പല സമയങ്ങളിലായി പറഞ്ഞ ഉത്തരങ്ങളെ ഞാൻ ക്രോഡീകരിച്ചതാണിത്. പല സ്ഥലത്ത് ഇത് ഒരു 5 മിനിറ്റ് തന്നെ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഇത് അത്ര തന്നെ ഐഡന്റിഫൈ ചെയ്യൂല. നിങ്ങളൊന്ന് വെറുതെ ഇങ്ങനെ ഓരോന്നും. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മുസ്ലിയാരെ ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്താണ്? ഖബറിന്റെ അടുത്ത് ഇമാം ബുഖാരി റഹ്മഹുല്ല ഇരുന്ന് ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ള നിലക്ക് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അതൊന്ന് കേട്ടു നോക്ക്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിലെ ഓരോ ഹദീസ് എഴുതുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അടുത്തിരുന്ന് അവിടുത്തെ ഖബറിന്റെ അടുത്തിരുന്ന് എഴുതി. ആ പതിവിനെ സ്വീകരിച്ച പണി ബിദ്അത്താണോ? അഥവാ ഇമാം ബുഖാരി റഹ്മഹുല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്തിരുന്ന് ഹദീസ് എഴുതി, അവിടെ ഒരു പതിവുണ്ടായിട്ടുണ്ട്, ആ പതിവ് ബിദ്അത്താണോ എന്നാ ചോദ്യം. ഒക്കെ എന്താ വെച്ചാൽ ഗ്രൗണ്ടിന്റെ പുറത്തെ കളിയാ. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ വിഷയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ പറ്റിയതേ ഇല്ല. മൊത്തം പുറംകളി അല്ലേ? മൗലവി കൊടുത്ത ഉത്തരം കേട്ടു നോക്ക്. ഏതായാലും ഇപ്രാവശ്യത്തെ ചോദ്യവും നബിദിനുമായി ബന്ധപ്പെട്ടതല്ല, ചോദ്യം ഒപ്പിച്ചൊക്കെയാണ് മൂപ്പര് അവസാനമുണ്ട്. ഏതായാലും നല്ല ചോദ്യം ഇല്ല എന്ന് വ്യക്തമായി. ഓക്കെ, അപ്പോ വീണ്ടും അദ്ദേഹത്തിന്റെ മറുപടി വരുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു വാചകം ഉണ്ട്, കേട്ടു നോക്ക്.
പിന്നെ ഇമാം ബുഖാരി ഓരോ ഹദീസ് എഴുതുമ്പോൾ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചല്ലോ എന്നാണ്. അത് ഉസ്താദേ, അതിനാണ് സാധാരണ സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയാം. അത് ഹദീസിലുള്ള കാര്യമാണ്, അത് ബിദ്അത്തല്ല. ഇസ്തിഖാറത്ത് നിസ്കരിച്ച് പരിചയമാണ്, അപ്പോഴേ അറിയുള്ളൂ. അത് ഇസ്തിഖാറത്ത് ഖൈറത്ത് തേടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. അതിനപ്പുറത്ത് ശർഈയായ ഒരു പുതിയ ആചാരം ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ബിദ്അത്ത് ചെയ്തോ എന്ന ചോദ്യം പ്രസക്തവുമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇരുത്തത്തുമെന്ന് വിട്ടു, ഇനി കുളിയാണ് കേട്ടോളി. എന്നിട്ടിരുന്നു മഹാനവറുകൾ, എന്നിട്ട് നിസ്കരിച്ചിരുന്നു. അതിന് പുറമെ ചെയ്ത പണി എന്താണ്? മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിന്റെ തറാജിമുകൾ എഴുതിയത് ബൈന ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മിംബരിഹി. മിംബറിന്റെയും ഖബറിന്റെയും ഇടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിന്റെ പേരാണോ ഇസ്തിഖാറത്ത്? ഹദീസ് എഴുതുന്ന നേരത്ത് കുളിക്കുന്ന കുളിയുടെ പേരാണോ ഇസ്തിഖാറത്ത്? അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ പതിവ് എവിടുന്ന് കിട്ടി? ഓക്കെ, ഈ പതിവ് എവിടുന്ന് കിട്ടി? അപ്പൊ ഖബറിന്ന് കേൾക്കുമ്പോ ഇരുന്നു കേൾക്കുമ്പോ ഒരു പ്രത്യേക ആവേശ. പക്ഷെ ഇരിക്കണ സ്ഥലം പ്രത്യേകമാക്കപ്പെട്ട സ്ഥലമാണെന്ന് മൂപ്പര് മറന്നു. ബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ബൈന ഖബരി വ മിംബരി എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകത കൊടുത്ത സ്ഥല. അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകത എന്തിനു കൊടുത്താലും ഞങ്ങളും കൊടുക്കും, അത് ഇമാമിങ്ങളും കൊടുക്കും. മൗലവി തന്നെ പറയട്ടെ. ഇനിയിപ്പോ ഇമാം ബുഖാരി കുളിച്ചു, അത് എവിടുന്ന് കിട്ടി? ഇമാം ബുഖാരി നബിയുടെ ഖബറിനും നബിയുടെ മിമ്പറിനും ഇടയിൽ ഇരുന്നു കൊണ്ടായി എവിടുന്ന് കിട്ടി? സഹോദരന്മാരെ, ആ സ്ഥലത്തിന് റൗള എന്ന് പറയാ. നബിയുടെ ഖബറും നബിയുടെ മിമ്പറും എടുക്കുന്ന സ്ഥലം മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ റൗള. ആ റൗള ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതിയതാണോ നിങ്ങൾ വിദ്യാർത്ഥി ചോദിക്കുന്നത്? അത് എവിടുന്ന് കിട്ടിയതാണ്? അത് നബി തങ്ങളിൽ നിന്ന് കിട്ടി, സ്വഹാബത്തിൽ നിന്ന് കിട്ടി, താബിയിൽ നിന്ന് കിട്ടി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കേട്ടുപഠിച്ച പണ്ഡിതന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് ഹദീസ് പഠിപ്പിച്ചവരാണ്. ഇനി എന്താ മർമ്മം എന്നറിയോ? നമ്മൾ പക്ഷേ വിഷയത്തെ മർമ്മത്തിലേക്ക് അടുത്തത്. അഥവാ ഇതിപ്പോ ഇമാം ബുഖാരി റഹിമഹുള്ള അവിടെ ഇരുന്നു, ഇമാം ബുഖാരി റഹിമഹുള്ള കുളിച്ചു, ഇമാം ബുഖാരി റഹിമഹുള്ള എഴുതി. അതൊക്കെ എന്തിനുള്ള തെളിവാ? റൗളയിൽ പോയി ഇരുന്ന് ഒരു വ്യക്തിക്ക് എന്താ ഒളു ചെയ്ത് അവിടെ ഇരിക്കാൻ പറ്റുമോ? അതിന് ബുക്കിംഗ് ഉണ്ട് അവിടെ. നുസുക്ക് ആപ്പിൽ പോയാൽ അവിടെ ബുക്കിംഗ് കിട്ടും. അവിടെ പോയി ഇരിക്കുക, ഓതാ, എഴുതാ ഒക്കെ ചെയ്യാം. അതിനെന്താ തടസ്സം? ഞങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു മൗലവി ചോദിച്ചു, ഈ കുളിച്ച ഇമാം ബുഖാരി, ഇതൊക്കെ ചെയ്ത ഇമാം ബുഖാരി നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോന്ന് കേട്ടോളി. അല്ലെങ്കിൽ തെളിവാക. അതുകൊണ്ട് എങ്ങനെ നബിദിനം ആഘോഷിക്കാൻ തെളിവ് എന്നാ വേണ്ട? ആ ഇമാം ബുഖാരി നബിദിനം ആഘോഷിച്ചോ? അത് കാണിക്കുക. അതല്ലേ വേണ്ട? ഇമാം ബുഖാരി കുളിച്ചത് നിങ്ങളെത്തുണ്ട്. ഇത് എന്തായാലും കുളിച്ച ഇമാം ബുഖാരി നബിദിനം ആഘോഷിക്കാതൊക്കെ റബീഉൽ 12 ഇമാം ബുഖാരി കുളിച്ചു പ്രത്യേകിച്ച് എന്നുണ്ടെങ്കിൽ അത് വായിച്ചാൽ പോലെ. അതല്ലേ വായിക്കേണ്ടത്? റബീഉൽ 11 കുളി 12 ഇമാം ബുഖാരി പ്രത്യേകം കുളിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം. അത് നിങ്ങളെത്തില്ല, നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇമാം മാലിക്കിനെ പറഞ്ഞു, ഇമാം ഷാഫിയെ പറഞ്ഞു, ഇമാം ബുഖാരിയെ പറഞ്ഞു, അവരൊക്കെ ഹദീസ് പഠിപ്പിച്ച ഫദ്ല് പറഞ്ഞു. പക്ഷെ അവരൊക്കെ നബിദിനം ആഘോഷ ഫദ്ല് എവിടെ? അതാ കിട്ടേണ്ടത്. അതവിടെ വിഷയം. അവരാരും നബിദിനം ആഘോഷിച്ചില്ല. എന്തുകൊണ്ട്? അവരെ കാലത്ത് അങ്ങനെ ഏർപ്പാടേ ഇല്ല. ഈ കണ്ട ഹദീസൊക്കെ ഇങ്ങനെയൊക്കെ ബഹുമാനിച്ച ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്നും നബിദിനം ആഘോഷിക്കാൻ തെളിവ് മനസ്സിലാക്കിയില്ല. 8-ാം വയസ്സിൽ ഹാഫിദായ ഇമാം ബുഖാരി ഫൽയഫ്റഹു എന്ന ആയത്തുണ്ടായിട്ടും അത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് മനസ്സിലാക്കിയില്ല. ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ലാക്കി ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്ന് പോലും നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല. അതല്ലേ കിട്ടേണ്ടത്? അതുണ്ടെങ്കിൽ വായിക്ക്. അതില്ല എന്ന് ഉറപ്പാണ്. ഇതാവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ട് ഉണ്ട് മുസ്ലിയാരെ, ഉണ്ട് മൗലവി, ഇതാ ഇമാം ബുഖാരിയുടേത് ഇങ്ങനെയുണ്ട്, ഇമാം മുസ്ലിമിൻ്റെത് ഇങ്ങനെയുണ്ട്, ഇമാം ഷാഫിയുടേത് ഇങ്ങനെയുണ്ട് എന്ന് ഉദ്ധരിച്ചില്ല. കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതിന്റെ കഥ അവിടെ പറഞ്ഞല്ലോ അല്ലേ? കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട്. മർമ്മത്ത് കണഞ്ഞതേ ഇല്ല. അതുകൊണ്ടാ സാധാരണക്കാർ പങ്കെടുക്കുന്നിടത്ത് വലിയ ആവേശം കാണിക്കാതിരുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാർ പങ്കെടുക്കുന്നിടത്ത് ആവേശം കാണിക്കാതിരുന്നത്. സാധാരണക്കാരെ നിങ്ങൾ കേൾക്കുക, കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാകും. മൗലവി അവിടെ നിർത്തിയില്ല. മൗലവി നമ്മൾ ഉത്തരം പറയുന്ന ചാൻസിൽ കൃത്യമായി തിരിച്ചു പറയാനുള്ള ഇബാറത്തുകളുടെ സൂചനകൾ ഉദ്ധരിച്ചു. ആ ഇബാറത്ത് അവർ ഗണ്ണിച്ചോ? ഇബാറത്ത് തൊട്ടിട്ടില്ല. ഇബാറത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഉമ്മത്തിലെ ഒരു ആലിമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവരാണ് മതത്തിൽ മാതൃകായോഗ്യരായിട്ടുള്ള ആളുകൾ. അൽ മുതമസ്സികൂന ബിആസാരി സ്വാലിഹീൻ ബിആസാരി സ്വഹാബ, സ്വഹാബത്തിനെയും താബിഈങ്ങളെയും ഒക്കെ ആസാർ മുറുകെ പിടിക്കുന്ന ഒരു ഉലമായിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ? മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് പുതുതായി ഉണ്ടായത് എന്ന് പറയാത്ത ഇമാമികളാരാ? ഇത് അനുകൂലിച്ചവര് പോലും, നല്ല ബിദഅത്ത് എന്ന് ന്യായം പറഞ്ഞ് അനുകൂലിച്ചവര് പോലും പറഞ്ഞ എന്താണ്? ആദ്യ നൂറ്റാണ്ടിൽ ഇല്ല എന്നാണ്.
ഓക്കെ, അപ്പോ കൃത്യമായി ഉദ്ധരിച്ചു, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ, സുന്നത്തിലും കിതാബിലൊന്നും അസ്ല് കാണുന്നില്ല അല്ലേ. അതുപോലെ തന്നെ അൽ മുതമസ്സികീന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗങ്ങൾ അവലംബിക്കുന്ന പ്രമാണയോഗ്യരായ ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചിട്ടില്ല. ഈ ഇബാറത്തൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മുസ്ലിംമാർ കെട്ടിമറിഞ്ഞത് പിന്നെ ഉമർ മൗലവി ഇത് ശിർക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ KM മൗലവിന്റെ ബുക്കിൽ അതുണ്ട്. KM മൗലവിന്റെ ബുക്കിലും ഉമർ മൗലവിന്റെ ബുക്കിലൊക്കെ അതുണ്ടെങ്കിലേ ഇമാം ഷാഫി റഹിമഹുല്ലയെയും ഇമാം ബുഖാരി റഹിമഹുല്ലയെയും ഒക്കെ അടങ്ങുന്ന മഹാപണ്ഡിതന്മാരുടെ ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിനേക്കാളും വലിയ സ്റ്റാൻഡല്ല ഇവരോടൊന്നുള്ളത്. അതിന്റെ കാര്യം ഇവിടെ മൂസാ സ്വലായി പറഞ്ഞു. എത്രയോ വർഷങ്ങളായിട്ട് ഈ വിഷയം ചർച്ചയായ കാലം തൊട്ടേ ഇത്തരം വിഷയങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണതാ. പക്ഷെ ആ പഴയ സാധനം എടുത്ത് വീണ്ടും വരും. കാരണം അത് വായിക്കാനൊന്നുമില്ല, ഉദ്ധരിക്കാനൊന്നുമില്ല. അതിനെ കാരണം പെട്ടെന്ന് ആള് മാറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ചേരം ഇരുന്ന് റെഡിയാക്കിയിട്ട് മൂപ്പര് പുതിയ ഒരു സാധനമൊക്കെ കയ്യിലുണ്ട്. ഒരു സാധനമൊക്കെ കയ്യിലുണ്ടായപ്പോൾ നമ്മളൊക്കെ വേദിയിലുണ്ടല്ലോ, നമ്മളിങ്ങനെ കാതു കൂർപ്പിച്ചിരുന്നു. ഇപ്പം വരും ഏതെങ്കിലും ഒരു ഇബാറത്ത്. സംഭവം എന്താ പറയുക, ഇത് നല്ല കുറച്ച് തെളിവും പ്രമാണമൊക്കെ ഉണ്ടെങ്കിൽ ഹദീസും ആയത്തൊക്കെ വന്നത് സ്ഥിരപ്പെട്ട എളുപ്പമാണ്. എന്നാ പിന്നെ ഈ വിഷയത്തിൽ വർത്താനം പറയണ്ടല്ലോ. ഞങ്ങളെ കാര്യം എത്രേ ഉള്ളൂ, തെളിവും പ്രമാണവും സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കണതിലൊരു പ്രശ്നമല്ല. പക്ഷെ 1000 വട്ടം ഉറപ്പുണ്ട് ഇതിനൊന്നും തെളിവും പ്രമാണവും ഇല്ലാന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമല്ലോ, നിങ്ങൾ എടുത്തിട്ടില്ല. ആള് മാറിയിട്ട് മൂപ്പര് വന്നത് ഭയങ്കര മുഹദ്ദിസീങ്ങളെയും സ്വാലിഹീങ്ങളെയൊക്കെ കൊണ്ടാ വരിക എന്നാ വിചാരിച്ചേ. പക്ഷേ മൂപ്പര് കൊണ്ടുവന്നത് ആരെയാണ് നിങ്ങൾ നോക്കിക്കോളി, ഓരങ്ങൾക്ക് പറ്റുമെന്ന് നോക്കിക്കോളി. ഖാദിയാനികളുടെ നേതാവ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഫർമായ, കേൾക്കണം നിങ്ങൾ, ईद मीलाद बिदअत है, ईदें दो है, इस तरह तो लोग नई नई इबादतें बनाते हैं। आन हजरत सल्लल्लाहु अलैहि वसल्लम के सबसे बड़े मुहिब तो सहाबा थे। नहीं नहीं चलेगे മുസ്ലിയാരെ, നടക്കൂല. ഞങ്ങൾ ചോദിച്ചത് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോന്നാ, ഖാദിയാനി പറഞ്ഞിട്ടുണ്ടോന്നല്ല. ഞങ്ങൾ ചോദിച്ചത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചത് പ്രവാചകന്റെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? അശറത്തുൽ മുബശ്ശിരീങ്ങൾ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കിതാബിൽ കാരക്കന്റെ ഫളലുണ്ട്, തിങ്കളാഴ്ചന്റെ ഫളലുണ്ട്, വ്യാഴാഴ്ചന്റെ ഫളലുണ്ട്, റമളാൻ മാസത്തിന്റെ ഫളലുണ്ട്, യമനിന്റെ ഫളലുണ്ട്, മദീനയുടെ ഫളലുണ്ട്, നബിദിനത്തിന്റെ ഒരു ഫളല്, റബീഉൽ അവ്വലിന്റെ ഒരു ഫളല്, ആഘോഷിച്ചതിന്റെ ഒരു തെളിവ്. 48 വർഷം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് ശേഷം ജീവിച്ചു. 47 നബിദിനങ്ങൾ മിനിമം കടന്നുപോയി. ആഘോഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചത് അതാ. പ്രവാചകന് ശേഷം വലിയ കാലം അലി റളിയല്ലാഹു അൻഹു ഭരിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 2 വർഷം ഭരിച്ചു, നടന്നിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 2-ലധികം വർഷം ഭരിച്ചു, നടന്നിട്ടുണ്ടോ എന്നാ ചോദിച്ചേ. അതിനുപരി ഉത്തരം എന്താ? ഖാദിയാനികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഷിയാക്കളാണത് കൊണ്ടുവന്നെന്ന് ഖാദിയാനികൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറുപടിയാണ് മൗലവി കൊടുത്ത മറുപടി കേട്ടോളി. നിങ്ങൾ ഷിയാക്കളാണ് തുടങ്ങിയത്, ഖാദിയാനികൾ പറഞ്ഞാണെന്ന് ഓൽക്ക് വരെ മനസ്സിലായി. ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാന്ന്, നിങ്ങൾക്ക് മാത്രം മനസ്സിലാണില്ല. നിങ്ങളും എഴുതിക്കണ്. ഞാൻ അൽ മുബാറക്ക് വായിച്ചില്ലേ? അൽ മുബാറക്കിന് വായിച്ചു. ഇത് സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന മേഖലയാണ് നബിദിനാഘോഷം. ഖാദിയാനി മാത്രമല്ല, സമസ്തക്കാരും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സംഭവമായി. 1-2 കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. പിന്നെന്താ? സംഘടനാ വിഷയത്തിൽ തെളിവുദ്ധരിച്ചു, മറുപടി പറഞ്ഞില്ല. അതപ്പോൾ എല്ലായിടത്തും കേൾക്കണേ. ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ഒന്നുകൊണ്ട് പരിശോധിച്ച് നോക്കാം. നമുക്ക് അതിൽ നടന്ന മറുപടികൾ എന്തൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. ആ ചോദ്യം വന്നോട്ടെ. ഞങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയുന്നത് എന്താ? വിഷയാവതരണത്തിനും പറഞ്ഞത് അത് സ്വഹാബത്തിന് പരിചയമല്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവർ തന്നെ നിങ്ങളുടെ നേതാക്കൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ്. ആയത്തിനാണ് തെളിവ്. ഏതാ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന ആയത്ത് ഓതിയിട്ട് ഇവര് നമ്മൾ ഓതുമ്പോൾ പറയും ഫല്യഫറഹു, അത് അമ്രല്ലേ, അത് വുജൂബിനല്ലേ എന്നൊക്കെയാണ് ഇവർ പരിഹസിക്കാറുള്ളത്. ഇനി നോക്കുക, ഈ ആയത്ത് തെളിവാക്കിയാണ് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കാനുള്ള തെളിവ് പറഞ്ഞത്. ഇത് ഏത് സ്വഹാബി പറഞ്ഞു? ഇത് താബിഈങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സംഘടന പോലെയാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ സംഘടന ഇപ്പം ഉണ്ടായതാണ്, ആഘോഷം ഇപ്പം ഉണ്ടായതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ, നമ്മുടെ ചോദ്യത്തിലല്ല, അവരെ ചോദ്യത്തിൽ തന്നെ അവർ സറണ്ടറായി.
ഇവരെ വാദം എന്താ? ഇവരെ വാദം നബിദിനം ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്തരമായതാണ്, അത് മൂല്യമുള്ള ഇബാദത്താണ്, അത് വലിയ സുന്നത്തായ കാര്യമാണ്, അത് അബൂജഹലാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇങ്ങനെ ഒരുപാട് മഹത്വം പറയുന്ന സാധനം. അപ്പോ സംഘടന പോലെ ഇപ്പുണ്ടായതാണെങ്കിൽ അതാണല്ലോ വിഷയം, അതാണല്ലോ വിഷയം. ദാ മൗലവി കൊടുത്ത മറുപടി കേട്ടോ നിങ്ങൾ. നമ്മളെ വിശദീകരണം മൂപ്പരെ ഏൽപ്പിച്ചാൽ മതി എന്നതാണ്. എന്താണോ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ മൂപ്പര് സ്ഥാപിച്ചത്. ഞാൻ ആകെ എന്തേ തർക്കമുള്ളൂ, നബിയുടെ കാലത്ത് ഇല്ല, സ്വഹാബിക്ക് പരിചയമില്ല, താബിക്ക് പരിചയമില്ല എന്ന് നോക്കിയപ്പോൾ എന്തായാലും ഇത്തിഫാക്കായി. അത് ഓൽക്കും പ്രശ്നം. ഈ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഇല്ലെങ്കിൽ കുഴപ്പം തന്നെയാണ് എന്നാണ്. ഇതാണ് ഇപ്പോൾ അടിസ്ഥാന തർക്കം. അപ്പം നിങ്ങൾ പകുതി മുജാഹിദായി, ദേശം കൂടെ ആയാൽ ശരിയാവും. അപ്പൊ തെളിവ് വേണ്ട, തെളിവില്ലാതെയും ഇസ്ലാമിൽ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ചെറുവാടിയിലെ വാദം. ഞാൻ വരുന്നുണ്ട്, ചെറിയൊരു സമയം എടുക്കും, ഞാൻ വരുന്നുണ്ട്, കൃത്യമായി അതിവിടെ കാണിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയണം, ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയണം. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഖണ്ഡനം നടത്തിയാൽ സംവാദത്തിന്റെ സാധ്യത ഇല്ലല്ലോ, ഇനിയിപ്പോൾ സംവാദത്തിന്റെ സാധ്യത ഇല്ല, ഇനി റൗണ്ട് നടക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നോക്കൂ നിങ്ങൾ, ഫൈസൽ മൗലവി ഒന്നുകൂടി അതിന്റെ ഒരു ക്ലാരിറ്റി, വലിയ ഉസൂല് പറഞ്ഞ ആളുകളോട് കൃത്യമായ ഉസൂലിനെ തിരിച്ചു പറയുന്നുണ്ട്, കേട്ടോളൂ. സംഘടന ഉണ്ടാക്കാൻ തെളിവ് ഈ ആഴ്ച അത് ആരെ പറഞ്ഞു? ഇവിടെ സംഘടന അല്ല വിഷയം, ഇവിടെ ആ സംഘടന കാട്ടിക്കൂട്ടാൻ ഈ ഖുറാഫാത്ത വിഷയം, അതാ ഇവിടെ വിഷയം. സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും കൊണ്ടുപോകണ്ടല്ലോ. ആ ശിർക്കും ഖുറാഫാത്തും എവിടുന്ന് കിട്ടി? അത് ദീനിലുണ്ടോ? അതാ വിഷയം ഇവിടെ. അല്ല, സംഘടന ഉണ്ടാക്കലോ ഇബാദത്താന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. നബി ആഘോഷം ഇബാദത്താണ് ഞങ്ങളുടെ വാദം, അതുകൊണ്ട് ചർച്ച ഇവിടെ. സംഘടന ഉണ്ടാക്കലോ ഇബാദത്താ പറഞ്ഞിട്ടില്ല. സംഘടന ഉണ്ടാക്കാൻ ആമായ തെളിവ് മതി. ആ തെളിവാണ് ഈ ആയത്ത് പോലത്തെ മിങ്കും ഉമ്മ. നിങ്ങളുണ്ടായിക്കോടി, നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോ ഒന്ന് പോത്തും മറ്റേ ചെമ്പോത്തുമാണ്. എന്താ, പേക്കുമ്പോ രണ്ടും ഒരേപോലെ, പക്ഷെ ഒന്ന് പോത്താണ്, രണ്ട് ചെമ്പോത്താണ്, രണ്ടും രണ്ടെന്നെയാണ്. അപ്പോ സംഘടന ഉണ്ടാക്കുക എന്നതൊരു ഇബാദത്താണെങ്കിൽ, അതിനങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവും പ്രമാണമൊക്കെ വേണം അല്ലേ? എന്നാലോ നിങ്ങൾ സംഘടിക്കുക, അവൽ തക്കും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ടീം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി ആക്ട് പ്രകാരം ഉണ്ടാക്കാം, അതൊക്കെ ചോയ്സാണ്, ഖുറാന്റെ ആഹ്വാനാണ്. ഇനി അതൊന്നും അല്ലാത്ത രൂപം വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. നമ്മുടെ മുന്നിൽ കാണുന്ന പുതിയ കാലത്ത് കാണുന്ന മെത്തേഡാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയാണോ? മൗലവി കൃത്യമായി തന്നെ ചോദിച്ചു. സമസ്ത എന്ന സംഘടന അത് സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ ചോദിച്ചു, കേട്ടോളൂ. നമ്മുടെ വാദം എന്താ? സമസ്ത എന്ന സംഘടന വിദേഹത്താണ് എന്നാണോ വാദം? അല്ലല്ലോ, അത് തർക്ക വിഷയമേ അല്ല. നിങ്ങൾക്ക് ദീനും അതേപോലെ ദുഞ്ഞാവും കൂടി മിക്സ് ചെയ്തു, അത് അങ്ങക്ക് പഴച്ചത്. നിങ്ങളെ സ്വന്തം വക അർത്ഥം വെച്ചു, അവിടെ പഴച്ചപ്പോൾ ആസാറഹും നിങ്ങളെ വക അർത്ഥം വെച്ച് കൊണ്ടുപോയി. മനസ്സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി, അത് നിങ്ങളെ വക ഉണ്ടാക്കി കൊണ്ടുപോയി ആശയം. അപ്പൊ സംഘടന ഉണ്ടാക്കാൻ ആ ആയ തന്നെയാണ് തെളിവ്. അത് ഒരു സ്വഹാബി പറഞ്ഞിട്ടില്ലെങ്കിലും തെളിവ് തന്നെയാണ്. കാരണം ഇബാദത്ത് ഉണ്ടാക്കുകയല്ല, ദീനിലേക്ക് കൂട്ടിച്ചേർക്കുകയല്ല, പുതിയൊരു ആചാരം ഉണ്ടാക്കുകയല്ല. ആമായ തെളിവിൽ നിന്ന് പൊതുവായ കാര്യം നമുക്ക് ഏതും നിർമ്മിക്കാം. അവിടെയാണ് ഇമാം ഷാഫി പറഞ്ഞ അൽ ബിദഅത്തു ബിദ്അത്താനി, അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനിച്ചതാണ്. ഓക്കെ, ഭരണകൂടം ഉണ്ടാക്കിയപ്പോഴും ഓരോ ഖലീഫമാർ ഓരോ രീതിയാണ് സ്വീകരിച്ചത്. ഖലീഫനെ നിശ്ചയിക്കണം എന്നുള്ളത് പൊതുവായ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. അടുത്തൊരു ഘട്ടം വന്നപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെത് വേറൊരു രീതിയിലായിരുന്നു, അതും കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വേറെ രീതിയിലായിരുന്നു, അതും കഴിഞ്ഞപ്പോൾ വേറൊരു രൂപത്തേക്ക് രാജഭരണത്തിന്റെ രീതിയിലേക്ക് പോയി. ഭരണകൂടം വേണം, നേതൃത്വം വേണമെന്ന് പൊതുവായി പറഞ്ഞത് കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർവഹിച്ചു പോകാവുന്നതാണ് എന്ന അസ്ലിൽ അവിടെ നിന്നു. അപ്പൊ മുസ്ലിയാർ ഇനിയിപ്പോൾ ഇബാദത്താക്കിയാലേ കഴിച്ചിലാകുമെന്നുള്ളടത്തെത്തി. സംഘടന ഉണ്ടാക്കലും ഇബാദത്താക്കണം. അപ്പം മുമ്പ് അസ്ല് പറഞ്ഞു, എന്താ അസ്ല്? നിയ്യത്ത് കൊണ്ട് ഇബാദത്താവൂലേ. അതായത് റോട്ടിൽ കിടക്കുന്ന ഒരു സാധനം നമ്മൾ എടുത്തിടുമ്പോൾ എന്താ അതിനൊരു കൂലിട്ടോലോ അല്ലേ? എനിക്ക് കൂലിയിട്ടെ എന്ന് വിചാരിച്ച, അതാണ് ഉപരി ഉദ്ദേശിച്ച അസ്ല് കേട്ടോ. 2-3 മിനിറ്റ് ആകുമ്പോൾ അതിലതൊന്നും പറഞ്ഞു തെളിയിക്കാൻ പലപ്പോഴും പറ്റൂലല്ലോ. എന്തായാലും മൂപ്പര് ചോദിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. നീയത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ലേ ഇമാമുമാര് പറഞ്ഞത്? എവിടെ പോയി? ഇവിടെയാണ് നിങ്ങളുടെ വാദം, നിങ്ങൾ നോക്കണം. അപ്പൊ നീയത്ത് കൊണ്ടാണോ നബിദിന ഇബാദത്താകുന്നത്? ആണോ? അതല്ലാതെ അസലിൽ ഇബാദത്തല്ലേ നിങ്ങൾക്ക്? നീയത്തുണ്ട്, എന്താ പ്രവാചകന്റെ ഒരു ഇതല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാക്കണതാ? റോട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തിടണമായിരിയാ തന്നെ? അപ്പോൾ ഫൈസൽ മൗലവി കൃത്യമായ പ്രതികരണം, എപ്പോഴാണ് ഇബാദത്ത് നീയത്തുണ്ടാകുക അല്ലാത്തതാകുക എന്നുള്ള ഉസൂല്, ഭയങ്കര ഉസൂലിൽ ചോദിച്ചു എന്നിങ്ങനെ ക്യാമ്പയിനിൽ പറയുന്നുണ്ടാണ് ഞാനത് പ്രത്യേകം ആവർത്തിച്ച് പറയണത്, കേട്ടോ നിങ്ങൾ. നീയത്ത് കൊണ്ട് ഇബാദത്താവൂലേ, അതാണ് നമ്മൾ പിടുത്തം. നീയത്ത് കൊണ്ട് ഇബാദത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് അസ്ലു ഇബാദത്ത് അല്ലാതാക്കുമ്പോഴാണ്. അസ്ലു ഇബാദത്ത് അല്ലാത്തിനല്ലേ നീയത്ത് കൊണ്ട് ഇബാദത്ത് എന്ന് പറയാം? അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതെങ്ങനെയാണ് പിന്നെ മുൻകർത്തായി മാറുക? അതെങ്ങനെ ശൈത്താന മാർഗമായി മാറുക? അതെങ്ങനെ പിഴച്ച വാദമായി മാറുക? അവിടെയാണ് പിടുത്തം. ഇത് നിങ്ങൾ നീയത്ത് കൊണ്ട് മാത്രം ഇബാദത്താക്കുന്ന പരിപാടിയല്ല.
നബിദിനാഘോഷത്തിന് നിങ്ങൾ അസുരുണ്ടെന്നാണ് പറയുന്നത്. നബിദിനാഘോഷം അസുരുണ്ടെന്നത് മാത്രമല്ല, നബിദിനാഘോഷത്തെ നിങ്ങൾ ഈ റബീഉൽ അവ്വൽ എന്താ 930-40 ഈ റബീഉൽ അവ്വൽ എന്താണ്? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത് എന്ന സുന്നി അഫ്കാർ നിങ്ങൾ തന്നെയാണ്. നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്, നെയ്യത്തോണ്ട് ഇബാദത്താവുന്നല്ല പറഞ്ഞത്, അത് വേറെ. അത് ഈ മുനാദറ, ഈ സംവാദം നെയ്യത്ത് ശരിയാണെങ്കിൽ നമ്മൾ കൂലി കിട്ടും, അതാണ് അപ്പറിന്റെ അർത്ഥം. എന്നാൽ അതുപോലെ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ നോമ്പുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ വല്ല ഇബാദത്തുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. അതാണ് ഇവിടെ മർമ്മം. ഓക്കെ, അപ്പൊ ഇബാദത്താകണമെങ്കിൽ എന്ത് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ഇബാദത്താണെങ്കിൽ തീർച്ചയായും അത് നബിതങ്ങൾ ചെയ്യും, സ്വഹാബിമാർ ചെയ്യും, താബിഈങ്ങൾ ചെയ്യും, തബഉ താബികൾ ചെയ്യും. അവരാരും ചെയ്യാത്തൊരു ഇബാദത്ത് നമുക്കില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞ ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. നബിയുടെ സ്വഹാബിമാർ ഇബാദത്തായി കാണാത്ത ഒന്നും നിങ്ങൾ ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദദിൽ ആഖിരി മഖാല. ആദ്യ തലമുറകൾ അവസാനക്കാർക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല പറയാതെ എന്നാണ്. നമ്മളെ വക പറയാൻ, നമ്മളെ വക ഉണ്ടാക്കാൻ ഒന്നും ബാക്കി വെച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായി ആദ്യ തലമുറക്ക് പരിചയമില്ല, സ്വഹാബത്തിന് അറിയില്ല, താബികൾക്കറിയില്ല, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനമാണ് എന്നിവിടെ ബോധ്യമായി. ഓക്കെ, അപ്പോ ചെറുവാടിക്കാര് മലയാളികൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? നബിദിനം എന്ന് പറഞ്ഞാൽ അത് സംഘടന ഉണ്ടാക്കുന്നത് പോലത്തെ ഒന്നാണ്. പൊതുവായ നിർദ്ദേശം വൽ തക്കും മിൻകും ഉമ്മ, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. പള്ളിന്റെ റസൂലുള്ള പള്ളി ഉണ്ടാക്കിയത് ഓല കൊണ്ടാണ്. നമ്മൾ ഓല കൊണ്ട് തന്നെ ഉണ്ടാക്കണോ? അതതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാവുന്ന ആമായ കാര്യങ്ങളാണ്. അത്ര ക്ലിയറായി ഇസ്ലാം അത് പഠിപ്പിക്കുകയാണ്. അപ്പം എന്താ അറിയോ, എ.പി. അബ്ദുൽ ഖാദർ മൗലവിന്റെ ഒരു പുസ്തകം എടുത്ത് മുസ്ലിയാരെന്ന് വായിച്ചോട്ടെ. നിങ്ങളുടെ എ.പി. അബ്ദുൽ ഖാദർ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അംഗീകൃതമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല. പറ്റൂല എന്നാ പറഞ്ഞത്. സംഘടനക്ക് നിങ്ങൾക്ക് വേറെ തെളിവും പിന്നെ നബിദിനത്തിന് വേറെ തെളിവും. മറുപടി വരട്ടെ. പിന്നെ സമയക്രമം, രൂപം ക്രമം ഇതുണ്ടാക്കാൻ പാടില്ല എന്ന് എ.പി. അബ്ദുൽ ഖാദർ എഴുതിയത് ശരിയാണ്. അതിനാണ് ബിദഅത്തിന്റെ അസ്ൽ. നബിതങ്ങൾ ആയമായി പഠിപ്പിച്ചത് നമ്മളെ വക സമയം വെക്കുക, നമ്മളെ വക രൂപം വെക്കുക, നമ്മളെ വക എണ്ണം വെക്കുക. എങ്ങനെ? യുദാഹി അശ്ശറഇയ്യ, ശറഇയ്യത്തിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ. അപ്പം അത് ബിദഅത്താവും. എന്നാൽ സംവാദം നമ്മൾ സമയം വെച്ചു, 10 ആരംഭിക്കാം, 15 മിനിറ്റ് അവതരിപ്പിക്കാം, 3 മിനിറ്റ് ചോദിക്കാം. ഇത് ബിദഅത്താണോ? അല്ല. ഇതെന്താണ്? അതിനകത്ത് ആയമായിരുന്നുള്ളത്. അതേസമയം മതത്തിലേക്ക് നിങ്ങൾ പുതുതായി കൊണ്ടുവരുമ്പോൾ അത് എന്തായാലും പ്രശ്നം തന്നെയാണ്. നമ്പർ ഞാൻ കൃത്യമായി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ലഭ്യമാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് ഒറ്റടിക്ക് പറയുന്ന മുജാഹിദുകളെ, നിങ്ങൾക്ക് ബിദ്അത്ത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബിദ്അത്തിലെ ബിദ്അത്താണ് നിങ്ങളുടെ ഈ വാദം എന്ന് പറയാൻ ഞാൻ. പുണ്യകർമ്മമാവട്ടെ അല്ലാത്തതാവട്ടെ ഏതൊരു കാര്യവും 2 വിധമാണ്. ഒന്ന് പ്രമാണങ്ങൾക്കനുസൃതം, മറ്റൊന്ന് പ്രമാണങ്ങൾക്ക് വിരുദ്ധം. പുതിയ കാര്യം പ്രമാണങ്ങൾക്കനുസൃതമായാൽ അത് നമ്മൾ സ്വീകരിക്കണം, അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ അത് അനാചാരമാണ്, ദുരാചാരമാണ്, തള്ളപ്പെടുന്നതാണ് എന്നതാണ് പ്രവാചകന്റെ അധ്യാപനം. ഓക്കെ, ഇത് നിങ്ങളിവിടെ പ്രസംഗിച്ചാണല്ലോ. ഒന്നുകൂടി ഇട്ട് കൊടുക്കും. ഒന്നുകൂടി ഇട്ട് കൊടുക്ക്. പുണ്യകർമ്മമാവട്ടെ അല്ലാത്തതാവട്ടെ ഏതൊരു കാര്യവും 2 വിധമാണ്. ഒന്ന് പ്രമാണങ്ങൾക്കനുസൃതം, മറ്റൊന്ന് പ്രമാണങ്ങൾക്ക് വിരുദ്ധം. പുതിയ കാര്യം പ്രമാണങ്ങൾക്കനുസൃതമായാൽ അത് നമ്മൾ സ്വീകരിക്കണം, അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ അത് അനാചാരമാണ്, ദുരാചാരമാണ്, തള്ളപ്പെടുന്നതാണ് എന്നതാണ് പ്രവാചകന്റെ അധ്യാപനം. അപ്പോ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും പണ്ടക്കും പണ്ടേ പ്രവാചകൻ പഠിപ്പിച്ചതും ഉറപ്പിച്ചു വെച്ചതും മാത്രമല്ല എടുക്കേണ്ടത്. പിന്നെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാ? അത് പ്രമാണത്തിന് ഓക്കെ ആണോ നോക്കുക, എന്നിട്ട് എടുക്കുക, അല്ലെങ്കിൽ തള്ളുക. ഇതൊന്ന് തെളിയിക്കോ? ഞാൻ കൃത്യമായി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ ചെല്ലുമ്പോൾ കുറച്ച് ആളുകൾ വട്ടത്തിലിരുന്ന ദിക്ർ ചൊല്ലുകയാണ്. ആ ദിക്ർ ചൊല്ലണത് കണ്ടപ്പോൾ അദ്ദേഹം 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 വട്ടം അല്ലാഹു അക്ബർ, 100 വട്ടം തസ്ബീഹൊക്കെ ചെല്ലാൻ പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചോ, ഇതിവിടെ ഇത്രയും കാലമൊന്നുമില്ല, ഇതൊരു പുതിയ കാര്യമാണ് ഈ പള്ളിയിൽ. ഈ പുതിയ കാര്യം
കിതാബിലേക്ക് നോക്കണുണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, സുബ്ഹാനല്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, 100 വട്ടം ചൊല്ലുന്നതുണ്ട്. എന്നാ ഇരിക്കാന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. മറിച്ച് അദ്ദേഹം അതിനോട് കാണിച്ച പ്രതികരണം വളരെ കൃത്യമായി സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വളരെ കൃത്യമായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ? കുന്നാ നജ്ലിസു അലാ ബാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖബല സലാത്തുൽ ഗദാത്ത്. സുബഹിന്റെ മുമ്പ് ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടുവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പള്ളിയിലേക്ക് പുറപ്പെടാൻ. അങ്ങനെ ആ സമയത്ത് അബൂ മൂസ അശ്അരി വന്നു. അവർ തമ്മിലുള്ള സംസാരം അവിടെ നടന്നു. എന്താ സംസാരത്തിലുള്ളത്? റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തളിറൂന അസ്സലാ. വട്ടത്തിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ, ഓരോ വട്ടത്തിലും ഒരാളുണ്ട്. വഫി ഐദീഹിം ഹസാ, അവരുടെ കയ്യിൽ കല്ലുണ്ട്. ഫയഖൂലു കബ്ബിറു മിആ, 100 വട്ടം തക്ബീർ ചൊല്ലൂ. അപ്പോൾ ഫയുകബ്ബിറൂന മിആ, 100 വട്ടം അവർ തക്ബീർ ചൊല്ലും. വയഖൂലുന ഹല്ലിലു മിആ, 100 വട്ടം തഹ്ലീൽ ചൊല്ലൂ. ഫയുഹല്ലിലൂന മിആ, അവർ 100 വട്ടം തഹ്ലീൽ ചൊല്ലും. അങ്ങനെ തസ്ബീഹ് ചൊല്ലാൻ പറയും, തസ്ബീഹ് ചൊല്ലും. ഫമാദാ ഖുൽത ലഹും, ഇത് കേട്ടപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്നിട്ട് എന്തേ നീ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈഅൻ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇൻതിവാർ റഈഖ്, നിങ്ങളൊരു അഭിപ്രായം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പൂർണ്ണമായും എന്താ പറയാ, ഒരു ബോധ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാൻ പോയില്ല. എന്നിട്ട് പറയാ, അഫല അമർതഹും അയഅദു സയ്യിആതിഹിം, നിനക്ക് അവരോട് പാപം എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? അവരുടെ പാപം അവരോട് എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് അദ്ദേഹം അവരുടെ അരികിലേക്ക് പോവുകയും എന്നിട്ട് അവരോട് ചോദിച്ച ചോദ്യമുണ്ട്, വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ, വേറെ ആരുമല്ല, മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടവർ, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അവരെ കുറിച്ച് പറയാ, വൈഹക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾ എത്ര പെട്ടെന്നാണ് തകർന്നു പോയത്, നശിച്ചു പോയത്. ഹൗലായി സ്വഹാബത്ത് നബിയിക്കും മുതവാഫിറൂൻ, മുത്ത് റസൂലുള്ളാഹിന്റെ പിന്നെ സ്വഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഇവിടെ നുരുമ്പിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. നിങ്ങളാണെങ്കിലോ, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? എനിക്ക് ഈ പള്ളി പൊളിച്ചു കളയാനാണ് ആഗ്രഹം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താ, അദ്ദേഹത്തിന് ഈ മസ്അല അറിയില്ലേ? അപ്പൊ സ്വന്തം വാദം തെളിയിക്കാൻ കിതാബും സുന്നത്തും ഇല്ലാഞ്ഞിട്ട് ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചു, കിതാബുണ്ടോ, സുന്നത്തുണ്ടോ, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിന്ന് രക്ഷപ്പെടാനുള്ള ടിപ്പണി മുസ്ലിയാരെ എന്താ? പുതിയ കാര്യങ്ങൾ വരുമ്പോ കിതാബിലുണ്ടോ നോക്കുക, എന്നിട്ട് അതിന് അനുകൂലമാണെങ്കിൽ എടുക്കുക. എന്താ മുപ്പരി ഉണ്ടോ നോക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? തഹ്ലീൽ ചെല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം ഉണ്ടോ നോക്കുക, സുബ്ഹാനല്ലാഹിന്റെ മഹത്വം ഉണ്ടോ നോക്കുക, ഓരോന്നിന്റെയും മഹത്വം ഉണ്ടോ നോക്കുക. എന്നിട്ടോ അത് അസ്ഥാനത്ത് സംഘടിപ്പിക്കുക. ഇവിടെ എന്താ വിഷയം? തസ്ബീഹ് ഉള്ളതാണ്, തഹ്ലീൽ ഉള്ളതാണ്, പക്ഷേ അത് വട്ടത്തിലിരുന്ന് ചെല്ലണ ഏർപ്പാടില്ല. അതിനെയാണ് അവർ ശക്തമായി നേരിട്ടത്. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പറയാം, ഞാൻ പിന്നെ ഈ ദിക്ർ ഹൽക്കക്കാരെ കണ്ടു. എന്താ ആ ദിക്ർ ഹൽക്കക്കാരെ ഞാൻ എവിടെ കണ്ടത്? അവര് ഖവാരിജുകൾക്കെതിരുള്ള യുദ്ധത്തിൽ അവർ മറുചേരിയിലുണ്ടായിരുന്നു. ഞങ്ങളെ പുത്തൻവാദികളും ഞങ്ങളെ വിധേയകളുമാക്കുന്നവർ ഓർക്കുക, ഇവരെ വിശ്വസിച്ച് നടക്കുന്നവർ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കും. 1 കിലോ ആപ്പിൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നോക്കും, 1 കിലോ മത്തി വാങ്ങുമ്പോൾ നമ്മൾ നോക്കും, ഒരു ഭൂമി വാങ്ങുമ്പോൾ അതിലെ ഗ്രീൻ ഹൈവേ വരുന്നുണ്ടോ, അവിടെ ബൈപ്പാസ് വരുന്നുണ്ടോ, അത് പുറംപോക്കാണോ എന്നൊക്കെ നോക്കും. അവനാന്റെ ഖബറും പരലോകവും പ്രതിസന്ധിയിലാകുന്ന വിഷയം നോക്കാതെ അതൊക്കെ നടത്തണവർ നടത്തിക്കോട്ടെ, ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന് പറയുന്നവർ ഓർക്കുക, ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടും. മാത്രല്ല, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്ന് പ്രവാചകൻ പറയാ, മുസ്ലിയാക്കന്മാര് പറയാ. എന്താ, കുറച്ച് നല്ല ബിദ്അത്തുണ്ട്. 1000 വട്ടം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ കാര്യം, അതിനെയാണ് നമ്മൾ അവഗണിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ അയിമ്മത്തിനൊന്നും മനസ്സിലായില്ല? ഞങ്ങൾ നിങ്ങളെ മാതിരിയല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കിതാബ് വെച്ച് പറയും, അല്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളത് കിതാബ് വെച്ച് പറയും. എന്താ? പ്രവാചകന്റെ സ്വഹാബത്ത്, പ്രവാചകൻ തന്നെയും പിന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്നുള്ള ദുആ, അതിലൊരു പ്രയോഗമുണ്ട്. എന്താ? വബി നബീകല്ലദി അർസൽതാന്ന്. ഒരു സ്വഹാബി അത് മാറിയിട്ട് വബി റസൂലിക്കല്ലദി അർസൽതാന്ന് ചൊല്ലിയപ്പോ അത് പറ്റൂല എന്ന് റസൂലുള്ളാഹി തിരുത്തി. അതാ ദിക്റിന്റെ കാര്യം. ഏട്ടിൽ കിട്ടുന്നത് മുഴുവൻ പാട്ടായി പാടലല്ല. സമുദായം ചിന്തിക്കണം, പഠിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, നിങ്ങൾ
കൃത്യമായി പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് ബോധ്യമുണ്ട്. ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസനത്തൻ, ഒരു കാര്യം ഹസനത്താണെന്ന നിലയ്ക്ക്, നല്ലതല്ലേ എന്ന നിലയ്ക്ക് ഒരാൾ ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവർ പറയുന്നത്. കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഇന്ന് പൂർത്തിയാക്കി തന്നോന്ന്. പൂർത്തിയായി. ഇനി ഇങ്ങനെ കാലത്തിനനുസരിച്ച് നോക്കുക, ഒരു സാധനം വന്നാൽ നല്ലതാണോ നോക്കുക, കിതാബിൽ നോക്കിയിട്ട് എടുക്കുക എന്നുള്ള ആ അസൽ നിങ്ങൾക്ക് എവിടുന്നേ കിട്ടി? ഉദ്ധരിക്കും നിങ്ങൾ തെളിവ്. നിങ്ങൾ തെളിവ് ഉദ്ധരിച്ച എന്താ? തെളിവ് ധരിച്ചത് എന്താ? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ബിദ്അത്ത് ഉണ്ടാക്കിയാൽ എന്നാണ്. ഈ ചരിത്രത്തിനൊരു, ഈ ഹദീസിനൊരു രംഗമുണ്ട്. എന്താ? പ്രവാചകന്റെ പിന്നെ പിരിവെടുത്തപ്പോ ഒരാൾ കാരെ കൊണ്ടുവന്നെടുത്തു, ഒരാൾ വേറെ എന്തൊക്കെ കൊണ്ടുവന്നെടുത്തു. ഇതൊന്നും നേരത്തെ അല്ലാത്തതല്ല, സ്വതക്കെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഉള്ളതാ. അപ്പൊ ഇങ്ങനെ ടിപ്പണി നടത്തി പിന്നെ വിജയിക്കാൻ ശ്രമിച്ച സംവാദമാണ്. തോറ്റപ്പോ പിന്നെ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ തോറ്റിട്ടില്ല അറിഞ്ഞില്ലേ കുട്ടികളെ? ആരെയും നിങ്ങൾ തോറ്റു എന്ന് കാരണവർ ചോദിച്ച മാതിരി ചോദിക്കണം. നിങ്ങൾ ചെറുപാടിക്കാര് ചോദിക്കണം, നാളെ നേരം വെളുത്താല്. നോക്ക്, നിങ്ങൾ തീരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ സലാത്തു റഗായിബിനെ കുറിച്ച് ഇമാം നവവി റഹിമഹുള്ളാഹിന്റെ ഒരു വാചകമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ അസലി ഇമാം നവവി റഹിമഹുള്ളാഹിക്ക് അറിയില്ലേ? അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തിർ റഗായിബ്, റഗായിബ് നമസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു നമസ്കാരം. വഹിയ 12 റക്അ, അത് 12 റക്അത്താണ്. തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിനും ഇശാഇനുമാണ് നിർവഹിക്കുക. ലൈലത അവ്വലി ജുമഅത്തിൻ ഫീ റജബ്, റജബ് മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ. വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാന്റെ 15-ന് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അത് 100 റക്അ, അത് 100 റക്അത്താണ്. വഹാതാനി സ്വലാതാനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അത്താനി, അത് ബിദ്അത്താണ്. ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടുത്തുന്നതാണ്. മദ്മൂമത്താനി, ആക്ഷേപിക്കപ്പെട്ടതാണ്. മുൻകറാനി, അത് മോശമാണെന്ന് പറയപ്പെട്ടതാണ്. ഖബീഹാനി, മ്ലേച്ഛമാണ്. അപ്പോ ഓരോന്നൊന്നും കൂടി ഇട്ടുകൊടുക്കും. അദ്ദേഹം പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഇട്ടുകൊടുക്കും. നിങ്ങൾ വരിങ്ങട്ട് വിശദീകരിക്കരുത്, നിങ്ങളെ വിടാൻ വിചാരിച്ചിട്ടില്ല. ഒന്നുകൂടി ഇട്ടുകൊടുക്കി. സംവാദത്തിന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ വാചകാണത്. ഏതൊരു കാര്യവും 2 വിധമാണ്. ഒന്ന് പ്രമാണങ്ങൾക്കനുസൃതം, മറ്റൊന്ന് പ്രമാണങ്ങൾക്ക് വിരുദ്ധം. പുതിയ കാര്യം പ്രമാണങ്ങൾക്കനുസൃതമായാൽ അത് നമ്മൾ സ്വീകരിക്കണം. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ അത് അനാചാരമാണ്, ദുരാചാരമാണ്, തള്ളപ്പെടുന്നതാണ് എന്നതാണ് പ്രവാചകന്റെ അധ്യാപനം. കേട്ടല്ലോ? അപ്പൊ ഈ പറയുന്ന നിസ്കാരങ്ങളൊന്നും അങ്ങനെ പുതിയത് നിങ്ങൾക്ക് ഇമാം നവവി റഹിമഹുള്ളാഹിക്ക് പറ്റിയില്ലേ? നിങ്ങൾ നടത്തുന്നതാണ് ഇതൊക്കെ, നിങ്ങൾ നടത്തുന്നതുമാണ്. ഇമാം നവവി റഹിമഹുള്ളാഹി ഇത് തള്ളുകയാണ്. ഇമാം നവവി റഹിമഹുള്ളാഹി തള്ളുകയാണ്. ഇനി കേട്ടോ, ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ ഒരു വാചകം. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ നിന്നാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഗവേഷണം ചെയ്തെടുത്തത്. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റുന്നവരും, ഇവർ അദ്ദേഹത്തെ പിൻപറ്റുന്നവരല്ല. അന്നൽ ഖിറാഅത, ഖുർആൻ പാരായണം, ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, മരിച്ചോർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യുന്നത് അവരിലേക്ക് എത്തില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് മരിച്ചവരുടെ അധ്വാനമോ പരിശ്രമമോ അല്ല. വലിഹാദാ, ഈ കാരണത്താൽ ലം യുൻദബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു, പ്രവാചകൻ തന്റെ ഉമ്മത്തിനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല, അതിനുവേണ്ടി അത് സുന്നത്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. വല ഹസ്തഹും അലൈഹി, അതിന് പ്രേരിപ്പിച്ചിട്ടില്ല. വല അർശദഹും ഇലൈഹി, അതിലേക്ക് വഴി കാണിച്ചിട്ടില്ല. ബിനസ്സിൻ വല ഈമാഇൻ, ഒരു നസ്സ് കൊണ്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല, സൂചനയും കൊടുത്തിട്ടില്ല. ഒരു സ്വഹാബിയും അത് ഉദ്ധരിച്ചിട്ടുമില്ല. അത് ഖൈറാണെങ്കിൽ മരിച്ചോടുത്ത് അവരോതേണ്ടിയിരുന്നു, മരിച്ചവർക്ക് വേണ്ടി അവരോതേണ്ടിയിരുന്നു. ഖുർബാത്തിന്റെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇബാദത്തുകളുടെ ഖുർബാത്തുകളുടെ ബാബ് യുക്തസറു ഫീഹി അലൻ നുസൂസ്, അത് നസ്സിൽ നിൽക്കും, അത് പറഞ്ഞോടുത്ത് നിൽക്കും. ഇന്നതുണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്, അതുള്ളതുകൊണ്ട് മറ്റതുണ്ട് എന്ന് വിചാരിക്കരുത്. സംസമിന് മഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ഔലിയ പാപ്പാന്റെ പിന്നെ കിണറ്റിലെ വെള്ളത്തിന് മഹത്തുണ്ട് എന്ന് പറയരുത്. സംസത്തിന് മഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് സംസം കിണറല്ലാത്ത വേറൊരു കിണറിന് മഹത്തുണ്ട് എന്ന് പറയരുത്. അദാസിൽ പിടിച്ചോ. വബാബുൽ ഖുർബാത്ത്,
യുക്തസറു ഫീഹി അലൻ നുസൂസ് വലാ യതസറഫു ഫീഹി, അത് കൈകാര്യം ചെയ്യാൻ പാടില്ല ബിഅൻവാഇൽ അഖീസതി വൽ ആറാ, അത് എന്തെങ്കിലും കഥകൾ കൊണ്ടും എന്തെങ്കിലും വർത്താനങ്ങൾ കൊണ്ടും ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റണതല്ല. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറെ ഉദ്ധരിക്കാണ്ട്, 21 പോയിന്റ് ഈ വിഷയത്തെ ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടെന്ന് വെച്ചുണ്ട്. അപ്പൊ പിന്നെ ആക്കെ നമുക്ക് കേട്ടോ, പണ്ഡിതന്മാരെ ഉദ്ധരിക്കും ഞങ്ങൾക്ക് കാദ്യാനിയുടെ കിതാബല്ല തെളിവ്, എന്നിട്ട് ആഘോഷിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ചോദിക്കാം, പ്രമാണങ്ങൾക്ക് ഉള്ളിലുള്ളതാണെങ്കിൽ പറ്റും അല്ലെങ്കിൽ തള്ളുന്നല്ലേ? ഒന്നും കൂടി ഇട്ട് കൊടുക്കി. പുണ്യകർമ്മമാവട്ടെ അല്ലാത്തതാവട്ടെ ഏതൊരു കാര്യവും രണ്ട് വിധമാണ്. ഒന്ന് പ്രമാണങ്ങൾക്കനുസൃതം, മറ്റൊന്ന് പ്രമാണങ്ങൾക്ക് വിരുദ്ധം. പുതിയ കാര്യം പ്രമാണങ്ങൾക്കനുസൃതമായാൽ അത് നമ്മൾ സ്വീകരിക്കണം, അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. പ്രമാണങ്ങൾ ഇനി ഒന്ന് കാണിച്ചെടുത്തോ. ഒന്നാമത്തത്, ഇത് പ്രമാണങ്ങൾക്ക് അനുസൃതമാണ്. നിങ്ങൾ ഏത് ലിസ്റ്റിൽ അത് പെടുത്തുക? ഇതാ കുറച്ച് രംഗങ്ങൾ കാണിച്ചു തരാം. ഇതാ ഖബറിങ്ങ പോയിട്ടൊരു മനുഷ്യൻ ചെയ്യണാണ്, കണ്ടോ? അപ്പം നിങ്ങൾ പറയും അത് സാധാരണക്കാരാണ് അല്ലേ? അത് സാധാരണക്കാരാണ്. അത് സാധാരണക്കാർ മാത്രമൊന്നുമല്ലല്ലേ, ഇങ്ങനെ കെട്ടിപ്പോക്കണില്ലേ? ഇതെങ്ങനെ പ്രമാണങ്ങൾക്ക് അനുസൃത? ഇതാ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു മരമാണ്, ഒരു മരം. ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് എന്ത് ചെയ്യണേ? പ്രാർത്ഥിക്കണത്. ഇത് പ്രമാണങ്ങൾക്ക് അനുസൃത തന്നെ. ഇത് കല്ലാണ്, നിങ്ങളുടെ നേതൃത്വത്തിലുള്ളതാ അല്ലേ? ഇത് കല്ലാണ്, ഈ കല്ലിനെയാണ് പൂജിക്കണത്. ഇത് ഇതാ തൊവാഫാണ്, തൊവാഫ്. ഇത് പ്രമാണങ്ങൾക്ക് അനുസൃത? ഇത് പുണ്യത്തിൽപ്പെടോ? നിങ്ങൾ പറഞ്ഞ അസലനുസരിച്ച് ഇതിൻ്റെയൊക്കെ വിധി എന്താണ്? നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് സംവാദം ജസ്റ്റ് എന്നാണ് പറഞ്ഞ് മാനേജ് ചെയ്ത് ഒരു 4 വേദിയിൽ ട്രോഫി വാങ്ങിപ്പോയാൽ തീരൂല. ട്രോഫി വാങ്ങിപ്പോയാൽ തീരുന്ന കേസല്ലത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. കണ്ടോ, സുജൂദിലാ വീണ്. നിങ്ങൾ അതേ അസലുള്ള ആളാ, ഗ്രൂപ്പ് മാറിയെന്നുള്ളൂ. പണ്ഡിതനാണ്, തങ്ങളാണ്, അഹ്ലുബൈത്ത് എന്നുള്ള നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളാണ്. ഖബറിന്റെ മുമ്പിലെ സുജൂദ്. ആദ്യത്തത് ഇങ്ങനെയല്ലേ? ഇതോ തവാഫോ. ഇനി അടുത്തത് ഞാൻ പറയാം. അടുത്തത് എന്താ അറിയോ? അടുത്തത് ഇട്ടൊടുക്കി മുട്ടറുക്കൽ. ഇതെങ്ങനെ നിങ്ങൾ പ്രമാണം കൊണ്ടൊന്ന് തെളിയിച്ചേരി? നിങ്ങൾ പറഞ്ഞ അസല് വെച്ചിട്ടെങ്കിലും അത് തെളിയിച്ചേരി. എല്ലാ പ്രശ്നങ്ങളെയും ഒരു തേങ്ങയിലേക്ക് എടുത്തിട്ട് ആ തേങ്ങ ഉടച്ചിട്ട് മൊത്തം അല്ലേ തകർക്കണ പരിപാടി. ഇതുപോലെ കാദ്യാനികളെയും കിതാബ് തെരഞ്ഞപ്പോൾ കിട്ടിയതാ തന്നെ. ഇനി നിങ്ങൾ നോക്ക, അടുത്തത് അപ്പവാണിഭം, കുത്താറാത്തീബ്. ഇതിന്റെ അസലെന്താ? ഇതിന്റെ തെളിവെന്താ? അതിന്റെ പ്രമാണം എന്താ? നിങ്ങളെടുത്തുള്ള തെളിവനുസരിച്ച്, നിങ്ങളെടുത്തുള്ള രേഖ അനുസരിച്ച് ഇതിന്റെ രേഖ എന്താണ്? പറയൂ. ഇതൊക്കെ ഏതിലാ പെടുക? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ മിണ്ടാതിരിക്കണോ? SIR-ന്റെ കാലത്ത് ഇത്തരം മനോനിലയുള്ള മനുഷ്യർക്ക് പടച്ചോന്റെ സഹായം വരൂല. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണേ ഒരു ജനത മാത്രമേ രക്ഷപ്പെടുള്ളൂ. അടുത്തത് ഷാദുലി ത്വരീഖത്ത്. ശബ്ദടക്കം വന്നോട്ടെ. ഇതൊക്കെ ഏതാ? ഇതൊക്കെ ഏത് ഇസ്ലാമാ? ഇതിന്റെ തെളിവെന്താ? ഇതിന്റെ പ്രമാണം എന്താ? നിങ്ങൾ മർമ്മത്തേക്ക് വരാത്തിന്റെ കാരണം ഞങ്ങൾക്കറിയാം. നിങ്ങൾ 3 മിനിറ്റോ 5 മിനിറ്റിന്റെ ഇടയിൽ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, സംവാദം നിങ്ങൾ കൃത്യമായിട്ട് കാണുക, ഒഴിഞ്ഞിരുന്നൊരു 2 വട്ടം കാണുക, ഇവിടെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ കേൾക്കുക. ചെറുവാടി സംവാദം മാത്രമൊന്നുമല്ല. ഒന്നുകൂടി നിലവിളക്ക് കൂടിയാണ് വന്നോട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അബ്ദുറബൊക്കെ ഞാൻ നിലവിളക്ക് കൊളുത്തൂല പറഞ്ഞപ്പോൾ വിവാദം ഉണ്ടായതാണല്ലോ, സമസ്തയിൽ നിലപാട് പറഞ്ഞതാണല്ലോ. ഇതിൻ്റെതോ ഇത് ഏതിലാ പെടുക? ഒന്ന് പറഞ്ഞു കൊടുക്കും ജനങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി നമ്മൾ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുക. നമ്മളെ ഖബർക്ക് നമ്മൾ ഒറ്റക്ക് പോകേണ്ടി വരും. ആ ചാലിൽ ചെരിച്ച് കിടത്തിയിട്ട് ജനം തിരിച്ചു പോരുന്നതോടുകൂടെ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ ശരിയായ പരിശോധന വേണം. അതുകൊണ്ട് തന്നെയാണ് സംവാദങ്ങൾ നടന്ന എല്ലാ നാട്ടിലും, ഖണ്ഡനങ്ങൾ നടന്ന നാട്ടിലൊക്കെ പള്ളിയും സംവിധാനം ഒക്കെ വന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുണ്ട്, ജുമാ ഉണ്ട്, എല്ലാ വക്തിനും ഒരു സഫ് മനുഷ്യന്മാരുണ്ട്. എടുത്ത് പരിശോധിച്ചോളി നിങ്ങൾ ഓരോ നാടും. ഇപ്പോൾ എത്രയോ പള്ളി വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ആളുകൾ വിഷയങ്ങളെ പഠിക്കുന്നുണ്ട്. നമ്മളിവിടെ വ്യക്തിപരമായി ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആരെയും പരിഹസിച്ചിട്ടില്ലല്ലോ. ഈവൻ അവരെ പേര് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല, പേരറിയായിട്ടൊന്നുമല്ല. അങ്ങനെ മെൻഷൻ ചെയ്യണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തില്ല. നമ്മൾ ഈ എടുക്കണത് നമുക്ക് കൂലിയിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ബക്കറ്റ് പിരിച്ച പൈസ വാങ്ങിയിട്ട് നമ്മൾ പോവില്ല. നമ്മളടുത്തു നിന്നുള്ള പൈസ ആക്കിയിട്ട് എന്ത് ചെയ്യും?
വണ്ടി ഓടിച്ചിട്ട് വരും, നമ്മൾ പ്രസംഗിക്കും പോവും. അപ്പോൾ വണ്ടിക്കൂലി പോകാം, അല്ലെങ്കിൽ ആ വണ്ടിക്കൂലി ഇത്ര 32 റുപ്യ 50 പൈസ അത് വാങ്ങും. ഇതെന്തിനാ അങ്ങനെ തന്നെ പറയണേ? അമ്പിയാക്കൾ പറഞ്ഞ തത്വമാണ്. എന്താ അമ്പിയാക്കൾ പറഞ്ഞ്? ഞങ്ങൾ നിങ്ങളോട് പൈസ കേൾക്കണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, ഈ സംസാരം ശ്രദ്ധിച്ച ആളുകളെ ഒക്കെ ഓർമ്മയാക്കാണ്. തീർച്ചയായും നമ്മൾ വിചാരവങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു ഖബർ വരാണ്ടെന്നുള്ളത് ഓർക്കണം. കുല്ലുഹുമാതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഓരോരുത്തരും ഏകന്മാരായി വരേണ്ടി വരും. രാവിലെ എണീറ്റിട്ട് ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യൻ മരിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഓടിച്ച വണ്ടിയിൽ കുടിച്ച് ഉപേക്ഷിച്ച കുപ്പി ഇങ്ങനെ സീറ്റിൻ്റെ അടിയിലൂടെ ബ്രേക്കിൻ്റെ താഴേക്ക് വന്നത് അയാൾ അറിഞ്ഞില്ല. ബ്രേക്ക് കിട്ടിയില്ല, ചവിട്ടിയപ്പോൾ കുപ്പിയുമ്പോൾ പോയി നിന്നു. ബ്രേക്ക് ആക്സിഡൻറ്റ് പെട്ടു, അവസാനിച്ചു. ഒരു പ്രശ്നമില്ല. രാവിലെ എല്ലാ വ്യായാമം, എല്ലാ പരിപാടിയുണ്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഇത്തിരി സമയം അധികം എടുത്തു. നമുക്ക് കുറച്ചൊരു കണക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്നവരിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. ഗസയിലെ വിഭാര്യന്മാരും വിധവകളുമായ മനുഷ്യർക്ക് അല്ലാഹു ആശ്വാസവും കരുത്തും മനസ്സും ഇണകളെയും തുണകളെയും ഒക്കെ കൊടുക്കട്ടെ. അവരെ നാടിൻ്റെ ഗസയുടെ ഖുദ്സിൻ്റെ മണ്ണിൽ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്നത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹക്കിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.